Okay, we are going to deal with a new topic, that is state. Okay, state എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ടോപ്പിക്കിൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന എലമെന്റിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഇതിന് എത്ര എലമെന്റുകൾ ഉണ്ട്, അല്ലെങ്കിൽ അതിന് നമ്മളിപ്പോ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ എല്ലാ ടോപ്പിക്ക് പഠിച്ച സമയത്തും വി ഹാവ് ഗോൺ ത്രൂ ദ ഡെഫിനിഷൻസ് അല്ലെ. ഡെഫിനിഷൻസ് നമ്മൾ നോക്കി, അതിന്റെ പിന്നിൽ കുറച്ച് തിയറീസ് ഉണ്ടെങ്കിൽ അത് നോക്കും. അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റേറ്റിന്റെ കാര്യത്തിൽ നോക്കണം. സ്റ്റേറ്റ് കമ്പാരിറ്റീവ്ലി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ്. ഓക്കെ, അപ്പൊ സ്റ്റേറ്റില് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ വിൽ ബി ഓൾസോ ഗോയിങ് ത്രൂ എ സെപ്പറേറ്റ് ടോപ്പിക്, ദാറ്റ് ഇസ് സോവറിനിറ്റി എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ വലിയൊരു എലമെന്റ് ആണ്. അതിനും കുറെ ഡെഫിനേഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൂടി നമ്മളൊന്ന് നോക്കും. ഓക്കെ, അപ്പൊ ഞാൻ PPT സ്ക്രീൻ ഷെയർ ചെയ്യാം. കാണാമോ നിങ്ങൾക്ക് PPT? ഓക്കെ, ഓക്കെ. നൗ അപ്പം സ്റ്റേറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ പഠിക്കാനുള്ളത് ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ എന്തൊക്കെയാണെന്ന് പഠിക്കാൻ പോകുന്നതിന്. അപ്പം നമുക്ക് ആദ്യം സ്റ്റേറ്റിന് കുറച്ച് ഡെഫിനിഷൻസ് ഉണ്ട്. അപ്പം ബെന്താമിന്റെ ഡെഫിനിഷൻ ഇസ് ദ ഫസ്റ്റ് വൺ ദാറ്റ് ഐ ഹാവ് ഗിവൺ. ഡെഫിനിഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പിന്നെ സാൽമണ്ടിന്റെ ഡെഫിനിഷൻ ഉണ്ട്. ആൻഡ് ദെൻ വി ഹാവ് സാൽമണ്ടിന്റെ റെപ്പിറ്റേഷൻ ആയിട്ട് വന്നാണ്. ഓക്കെ, വി ഹാവ് ദെൻ ഹോളൻഡ്സ് ഡെഫിനിഷൻ. ഓക്കെ, ഹോളൻഡിന്റെ ഡെഫിനിഷൻ, പിന്നെ ഹെഗൽസ് ഡെഫിനിഷൻ ഉണ്ട്. പിന്നെ ഇതൊരു കൺവെൻഷൻ ആണ്, മോണ്ടെവീഡിയോ കൺവെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്റർനാഷണൽ ലോയിലുള്ള ഒരു കൺവെൻഷൻ ആണ്. സോ ആ കൺവെൻഷൻ സ്റ്റേറ്റിന് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പിന്നെ നമ്മൾ സ്റ്റേറ്റിന് എസെൻഷ്യൽ ആയിട്ടുള്ള എലമെന്റ്സുകൾ നിങ്ങൾ ചിലപ്പോൾ ഇന്റർനാഷണൽ ലോയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ എലമെന്റ്സുകൾ എന്താണെന്നുള്ളത് നമ്മൾ ഓരോന്നോരോന്നായിട്ട് നോക്കൂ. ഓക്കെ, അതിനുശേഷം വിൽ ബി ഡിസ്കസിങ് ഡിഫറെന്റ് ഓക്കെ, പിന്നെ നമ്മൾ സ്റ്റേറ്റിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കും. ദാറ്റ് ഇസ് പ്രൈമറി ഫങ്ഷൻ ആൻഡ് സെക്കൻഡറി ഫങ്ഷൻസ്. ഓക്കെ, ദെൻ വിൽ ബി ഡിസ്കസിങ് ഡിഫറെന്റ് തിയറീസ് ഓഫ് ദ ഒറിജിൻ ഓഫ് സ്റ്റേറ്റ്. ഈ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് അതിന്റെ ഒറിജിൻ സംഭവിച്ചിട്ടുള്ളത്, അതിന്റെ പുറത്ത് കുറെ തിയറീസ് ഉണ്ട്. അപ്പോൾ ഓരോരോ തിയറീസ് ആയിട്ട് നമ്മൾ നോക്കും. ദാറ്റ് ഇസ് ഡിവൈൻ തിയറി, സോഷ്യൽ കോൺട്രാക്ട് തിയറി, ഓക്കെ, ആൻഡ് ദെൻ പാട്രിയാർക്കൽ തിയറി, പിന്നെ മാട്രിയാർക്കൽ തിയറി, ഓക്കെ, ഇവല്യൂഷൻ തിയറി, ഇത് നോക്കും, ആൻഡ് നാച്ചുറൽ തിയറി. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പിന്നെ നമ്മൾ നോക്കുന്നത് സ്റ്റേറ്റും ലോയും തമ്മിലുള്ള ഡിഫറൻസ്. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്റ്റേറ്റും ലോയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാനുണ്ട്. ബിക്കോസ് എങ്ങനെയാണ് ഹൗ ദ സ്റ്റേറ്റ് ഇസ് ഗെറ്റിംഗ് കണക്റ്റഡ് ടു ദ ലോ. ഓക്കെ, അപ്പൊ അതിനെ ലിങ്ക് ചെയ്തുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കും. ആൻഡ് ദെൻ അതിന്റെ കുറച്ച് പോയിന്റേഴ്സ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ലൈക്ക് എ സെറ്റ് സോവറിനിറ്റി. നമ്മൾ സ്റ്റേറ്റിന്റെ ഡിഫറെന്റ് എലമെന്റ്സ് എടുത്ത് നോക്കുമ്പോഴും സോവറിനിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് നമുക്ക് കുറച്ചും കൂടി ഡെപ്തിൽ നോക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അതിന്റെ ഡെഫിനിഷൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. ഓക്കെ, അപ്പം ബ്ലാക്ക് സ്റ്റോണും ഡിഗറ്റും പൊലോക്ക്, ഹ്യൂഗോ ഗ്രോഷ്യസ് ഒക്കെ എന്താണ് കൊടുത്തിട്ടുള്ളത്, ലൈക്ക് വാട്ട് ഇസ് ദെയർ ഒപ്പീനിയൻ അല്ലെങ്കിൽ വാട്ട് ഇസ് ദെയർ ഡെഫിനിഷൻ എന്ന് നോക്കും. ദെൻ വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോവറിനിറ്റി. ഓക്കെ, ഓരോരോ ക്യാരക്ടേഴ്സ് ഉണ്ട്, അത് നമ്മൾ നോക്കും. ദെൻ എങ്ങനെയാണ് ഈ സോവറിനിറ്റി അല്ലെങ്കിൽ ഈ പരമാധികാരം എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിന്റെ ഇവല്യൂഷൻ എങ്ങനെയാണ്, അതും നമ്മൾ ചെക്ക് ചെയ്യും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് വി ആർ ഗോയിങ് ടു സ്റ്റഡി ടുഡേ. ഓക്കെ, ഫൈൻ. അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അബൌട്ട് ദ ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പം സ്റ്റേറ്റിന്റെ ഡെഫിനിഷൻ നമ്മൾ ആദ്യം തന്നെ ഐ എം സ്റ്റാർട്ടിങ് വിത്ത് ബെന്താംസ് ഡെഫിനിഷൻ. ഓക്കെ, ബെന്താമിനെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ ഒരു വ്യക്തിയെ എവിടെയെങ്കിലും ഓർക്കുന്നുണ്ടോ? ബെന്താമിന് നിങ്ങൾ ജൂറിസ്പ്രുഡൻസിലോ എവിടെയെങ്കിലും ബെന്താമിനെ പറ്റി കേട്ടിട്ടുണ്ടോ? യൂട്ടിലിറ്റേറിയൻ തിയറി. യെസ്, ബെന്താമിന്റെ ഒരു യൂട്ടിലിറ്റേറിയൻ തിയറി ഉണ്ട് അല്ലെ. എന്തായിരുന്നു യൂട്ടിലിറ്റേറിയൻ തിയറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? മാക്സിമം ഹാപ്പിനെസ് ടു ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് പീപ്പിൾ അല്ലെ. അതായത് അദ്ദേഹത്തിന്റെ ഒരു ആശയം എന്ന് പറയുന്നത് നമ്മളൊരു നിയമം എങ്ങനെയായിരിക്കണം, ദാറ്റ് ഷുഡ് ബി ഓൾവേസ് വിത്ത് എ തോട്ട് ഓഫ്, അല്ലെങ്കിൽ അത് എങ്ങനെയായിരിക്കണം, കൂടുതൽ ആളുകൾക്ക് ഹാപ്പിനെസ് കൊടുക്കുന്ന ലോ ആയിരിക്കണം അല്ലെ. അങ്ങനെ ആവുമ്പോഴാണ് ഒരു ട്രൂ ലോ എന്നുള്ള ഒരു ഡെഫിനേഷൻ ആണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ആശയം. ഓക്കെ, സോ ബെന്താം ഇവിടെ സ്റ്റേറ്റിന്റെ ഡെഫിനിഷൻ മുന്നോട്ട് വെക്കുന്നത് വെൻ എ നമ്പർ ഓഫ് പേഴ്സൺസ്
അതായത് സബ്ജക്ട്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആർ ഇൻ ദ ഹാബിറ്റ് ഓഫ് പേയിങ് ഒബീഡിയൻസ് ടു എ പേഴ്സൺ ഓർ ബോഡി ഓഫ് പേഴ്സൺസ്, they are said to be in the state of political society. അതായത് ഇതിൽ ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ, ഒരു പൊളിറ്റിക്കൽ ഒബീഡിയൻസ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇതിനെ കാണുന്നത്. ഒരു പൊളിറ്റിക്കൽ ഒബീഡിയൻസ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഏതൊരു ഡെഫിനേഷൻ പഠിക്കുന്ന സമയത്തും അതിന്റെ കീവേഡ് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്താണോ അതിന്റെ കീവേഡ്. അപ്പൊ ഇവിടെ ബെന്താമിന്റെ ഡെഫിനേഷനെ സംബന്ധിച്ചിടത്തോളം ദ കീവേഡ് ഇസ് പൊളിറ്റിക്കൽ ഒബീഡിയൻസ്. ഓക്കെ, ഇപ്പൊ അദ്ദേഹം പറയുന്നത് a state exit when people habitually obey. ഇപ്പൊ എങ്ങനെയാണ്, ഇപ്പൊ നമ്മളെ ഒരു സാധാരണ ഒരു സ്റ്റേറ്റിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പൊ നമ്മൾ ഒരു രാജ്യം ഒരു സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് അവിടെ ഒരു ഗവേണിംഗ് ചെയ്യുന്ന ഒരു ബോഡി ഉണ്ടായിരിക്കും അല്ലെ, there will be a body. ഇപ്പൊ നമുക്ക് ഇന്ത്യയുടെ ഒരു ഉദാഹരണം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇലക്റ്റഡ് റെപ്രസെന്റേറ്റീവ്സ് അടങ്ങുന്ന നമ്മളെ ഭരിക്കുന്ന ഒരു ബോഡി ഉണ്ട് അല്ലെ. അപ്പം ഇവിടെ ഒരു പൊളിറ്റിക്കൽ ഒബീഡിയൻസ് നടക്കുന്നുണ്ട്. അതായത് ആളുകള് ഇവരെ ഒബേ ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും ശരിക്കും ഗവൺമെന്റിന്റെ നിയമങ്ങളെയും ഗവൺമെന്റിന്റെ റൂൾസിനെയൊക്കെ വി ആർ ഒബേയിങ്. അവിടെ ഒരു ഒബീഡിയൻസ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, സോ സ്റ്റേറ്റ് എക്സിസ്റ്റ് വെൻ പീപ്പിൾ ഹാബിച്വലി ഒബേ എ റൂളർ ഓർ എ റൂളിംഗ് അതോറിറ്റി. ഓക്കെ, അപ്പൊ ഇവിടെ എന്ന് പറയുകയാണെങ്കിൽ ബേസിക്കലി നമ്മളിവിടെ ബെന്താമിന്റെ ഡെഫിനിഷൻ നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ടെറിട്ടറി വേണമെന്നോ അല്ലെങ്കിൽ അവിടെ ജസ്റ്റിസ് ഉറപ്പുവരുത്തണമെന്നോ ഇങ്ങനെയുള്ള എലമെന്റുകളൊന്നും അദ്ദേഹം ടച്ച് ചെയ്യുന്നില്ല. അദ്ദേഹം പൊളിറ്റിക്കൽ ഒബീഡിയൻസ് എന്നുള്ള ഒരു വാക്കിലൂടെ അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ പറഞ്ഞു നിർത്തുന്നത്. ഓക്കെ, അപ്പം നമ്മളെ ഭരിക്കുന്ന അദ്ദേഹം ആ ഒരു ബോഡി ഓഫ് പേഴ്സൺസ്, നമ്മളെ ഭരിക്കുന്ന ബോഡി ഓഫ് പേഴ്സൺസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഗവർണേഴ്സ് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ആ ഒരു ടെർമിനോളജിയാണ് അദ്ദേഹം കൊടുക്കുന്നത്. അപ്പൊ ഈ ഗവർണേഴ്സ് എന്ത് ചെയ്യാണ്, അവർക്ക് അതോറിറ്റി ഉണ്ട്, അവർക്ക് പരമാധികാരമുണ്ട്. ആൻഡ് അവരെ അതെന്ത് ചെയ്യാണ്, ആസ് എ മാറ്റർ ഓഫ് ഹാബിറ്റ് അവരെന്ത് ചെയ്യുന്നു, സബ്ജക്ട്സ്. കാരണം ഇപ്പം നമ്മളെ രാജ്യത്ത് നമ്മളുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് കുറെ നിയമങ്ങൾ കൊണ്ടുവരുന്നു. നമ്മളെ ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, വി നീഡ് ടു ഫോളോ ദാറ്റ്. അത് നമ്മളുടെ ഒരു ഹാബിറ്റ് ആണ്. അല്ലാതെ നമുക്കതൊരു എന്താ പറയാ, അങ്ങനെ ഒരു നിയമം ഉണ്ട്, ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞ റബൽ ആവാനൊന്നും പറ്റില്ല. അപ്പൊ നമുക്ക് അതിനുള്ള മെക്കാനിസംസും, അതായത് നമുക്ക് ശിക്ഷകളും കാര്യങ്ങളൊക്കെ, നമുക്ക് ഈ നിയമത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞു പോവാം. അല്ലാതെ ഒരു നിയമം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ഒബേ ചെയ്യേണ്ട കാര്യം നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ ഒബേ ചെയ്യേണ്ടി വരും അല്ലെ. അപ്പം ബെന്താമിന്റെ വ്യൂവില് ബേസിക്കലി അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ഒബീഡിയൻസ് എന്നുള്ള രീതിയിലാണ് ആ ഒരു ആശയത്തെ അല്ലെങ്കിൽ അതിനെ പറയുന്നത്. ക്ലിയർ ആണോ? ഇസ് ദാറ്റ് ക്ലിയർ എവരിവൺ? മനസ്സിലായില്ലേ? അപ്പം ബെന്താമിന്റെ ഡെഫിനിഷൻ വരുമ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം പൊളിറ്റിക്കൽ ഒബീഡിയൻസ് എന്നുള്ള വാക്ക് മാത്രമാണ്. ബാക്കി നിങ്ങൾക്ക് ആ കഥ ആലോചിച്ചാൽ മനസ്സിലാവണം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ബെന്താംസ് ഡെഫിനിഷൻ. ഞാൻ ഇപ്രാവശ്യം ഡെഫിനിഷന്റെ താഴെ എക്സ്പ്ലനേഷനും കൂടി കൊടുത്തിട്ടുണ്ട്, കുറച്ച് സിമ്പിൾ വേർഡ്സിൽ. അതാകുമ്പോൾ നിങ്ങൾക്ക് അത് വായിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, ഇനി a society of men established for the maintenance of order and justice within a defined or determined territory by way of force ആണ്. അതായത് ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു സൊസൈറ്റി ആണ് എന്നുള്ള രീതിയിലാണ് സാൽമണ്ട് അതിന് പറയുന്നത്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു സൊസൈറ്റി ആണ്. അവർക്ക് ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു പേർപ്പസ് ഉണ്ട്. സ്റ്റേറ്റ് ഒരു ഓർഗനൈസ് സൊസൈറ്റി വിത്ത് എ ഡെഫിനിറ്റ് പേർപ്പസ്. എന്താണ് സ്റ്റേറ്റിന്റെ പേർപ്പസ്? സ്റ്റേറ്റിന്റെ പേർപ്പസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ലോ, ഓർഡർ, ജസ്റ്റിസ് ഒക്കെ ഉറപ്പുവരുത്തുക. ലോ, ഓർഡർ ആൻഡ് ജസ്റ്റിസ്. ഓക്കെ, സ്റ്റേറ്റ് ഓപ്പറേറ്റ്സ് വിതിൻ ഒരു ഫിക്സഡ് ടെറിട്ടറിയിലാണ്. ടെറിട്ടറിന്റെ കാര്യം കൂടി പറയുന്നുണ്ട്. ഇപ്പം ഞാൻ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ടെറിട്ടറി ഉണ്ട്. ആ ടെറിട്ടറിന്റെ ഉള്ളിലാണ് രാജ്യം നിൽക്കുന്നത് അല്ലെ. അപ്പൊ ഒരു ഡിഫൈൻഡ് ടെറിട്ടറി ഉണ്ട്. ആൻഡ് അവർക്കൊരു കോയസീവ് പവർ ഉണ്ട്. അതാണ് ബൈ വേ ഓഫ് ഫോഴ്സ് അല്ലെ. കോയസീവ് എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ഇഫ് യു ഡോണ്ട് ഒബേ ദാറ്റ് ലോ, നിങ്ങൾ ആ നിയമം ഒബേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ എന്ത് വരും? ആക്ഷൻസ് വരും അല്ലെ. പണിഷ്മെന്റ്സുകൾ നിങ്ങളെ അട്രാക്ട് ചെയ്യിപ്പിക്കും. സോ അതാണ് ഒബേ ഓഫ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇസ് ദാറ്റ് ക്ലിയർ എവരിവൺ? സോ ബേസിക്കലി നമ്മൾ സാൽമണ്ടിന്റെ ഡെഫിനേഷൻ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഇത്രേ പറയുന്നുള്ളൂ. നമ്മൾ ഒരു സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. ആ സൊസൈറ്റിക്ക് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്. ആ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ലോ ആൻഡ് ജസ്റ്റിസ്, ഓക്കെ, അല്ലെങ്കിൽ ലോ, ഓർഡർ, ജസ്റ്റിസ് ഫുൾഫിൽ
ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ദേ ഹാവ് എ ഡിഫൈൻഡ് ടെറിട്ടറി, ഒരു ഡിഫൈൻഡ് ടെറിട്ടറി ഉണ്ട്. ആൻഡ് ഓൾസോ ബൈ വേ ഓഫ് ഫോഴ്സ്, കോയസീവ് ആയിട്ട് വേ ഓഫ് ഫോഴ്സ് കൂടി ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അദ്ദേഹം പറയുന്നത് ഡിസ്റ്റിംഗ്വിഷിംഗ് ഫീച്ചർ ഓഫ് ദ സ്റ്റേറ്റ്, സ്റ്റേറ്റിന്റെ ഒരു ഡിസ്റ്റിംഗ്വിഷ് ചെയ്ത് നിർത്തുന്ന ഒരു ഫീച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ലോ എൻഫോഴ്സിംഗ് അതോറിറ്റി ആണ്. നിങ്ങൾ സ്റ്റേറ്റിന്റെ ലോസ് പ്രോപ്പർലി നിങ്ങൾ ഒബേ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇഫ് യു ഡോണ്ട് ഒബേ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് എൻഫോഴ്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു എൻഫോഴ്സിംഗ് പവർ ആണ് ഇവിടെ സാൽമണ്ടിന്റെ ഡെഫിനേഷനിൽ പറയുന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും? ഇസ് ദാറ്റ് ക്ലിയർ? Yes, ma'am. ഓക്കെ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഹോളണ്ടിന്റെ ഡെഫിനിഷൻ ആണ്. ഓക്കെ, ഹോളണ്ട് പറയുന്നത്, ഇത് ഓരോ ഡെഫിനിഷൻസും നിങ്ങൾ ഡെഫിനിഷൻ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. മറ്റേതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡെഫിനിഷൻസ് നന്നായിട്ട് തറവായിട്ട് പഠിക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞു എങ്ങനെയാണ് തറവായിട്ട് പഠിക്കേണ്ടത്. ഡെഫിനിഷൻ മൊത്തത്തിൽ കാണപ്പെടാൻ പഠിക്കില്ല, പക്ഷേ അതിന് ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വേർഡ്സുകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഹോളണ്ട് പറയുന്നത് a numerous assemblage of human beings, ഒരു ന്യൂമറസ് അസംബ്ലേജ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ആണ് ജനറലി ഓക്യുപ്പൈങ് എ സർട്ടൈൻ ടെറിട്ടറി. ഒരു സർട്ടൈൻ ടെറിട്ടറി ഓക്യുപ്പൈ ചെയ്യുന്ന ഉള്ള ഒരു ജനറൽ അസംബ്ലേജ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ആണ്. ഓക്കെ, ആൻഡ് സോ ഹോളണ്ടിന്റെ ഡെഫിനിഷനിൽ ഹോളണ്ട് പറയുന്നത് നമുക്ക് എന്താണ്, ഒരു എന്താ പറയാ, പോപ്പുലേഷൻ, ടെറിട്ടറി ആൻഡ് പൊളിറ്റിക്കൽ സുപ്രീമസി, ഈ 3 ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ ഈ 3 കാര്യത്തെയാണ് അദ്ദേഹം സ്ട്രെസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒരു ഡോമിനന്റ് മെജോറിറ്റി അല്ലെങ്കിൽ ഒരു ഡോമിനൻസ് ഉള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. അതായത് ഒരു ഡോമിനന്റ് ആയിട്ട് ഒരു റൂളിംഗ് ക്ലാസ് ഉണ്ടായിരിക്കും. അവരെന്ത് ചെയ്യും? അവർ മറ്റുള്ളവരുടെ മേലെ അവർ റൂൾസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയാ, ഇമ്പോസ് ചെയ്യും. ആൻഡ് അവർക്ക് പവർ ഉണ്ട്, അവർക്ക് കൺട്രോൾ ഉണ്ട്. ഓക്കെ, എന്നിട്ട് ആ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനും ഒരു ഡോമിനൻസ് കൂടിയാണ് ഹോളണ്ട് ഇവിടെ പറയുന്നത്. ഓക്കെ, എ ന്യൂമറസ് അസംബ്ലേജ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. ഓക്കെ, ഹ്യൂമൻ ബീങ്സിന്റെ ഒരു ന്യൂമറസ് ആയിട്ടുള്ള ഒരു അസംബ്ലേജ് ആണ്. ഒരു സർട്ടൈൻ ടെറിട്ടറി അവർക്ക് ഉണ്ടായിരിക്കും. അതിൽ ഒരു മെജോറിറ്റി ഓഫ് ആളുകൾ ഉണ്ടായിരിക്കും, ഹു ഹാസ് ഗോട്ട് ദ വിൽ അല്ലെങ്കിൽ പവർ ഉള്ള ആളുകൾ. അവർ ബാക്കിയുള്ളവരുടെ പുറത്ത് റൂൾസ് ഇമ്പോസ് ചെയ്യും. ആൻഡ് ദാറ്റ് ക്ലാസ് പ്രിവെയിൽസ് ബൈ സ്ട്രെങ്ത്. അവരുടെ ആ ഒരു പവറിലാണ് അവരുടെ ആ ഒരു ക്ലാസ് പ്രിവെയിൽ ചെയ്യുന്നത്. അപ്പൊ ബേസിക്കലി നിങ്ങൾ ഹോളണ്ടിൻ്റെത് നോക്കുന്ന സമയത്ത് political organization and dominance is what you have to keep in your mind. Is that clear? Yes, ma'am. Okay. Now, നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഹെഗൽസ് ഡെഫിനിഷൻ ആണ്. ഹെഗലിന്റെ ഡെഫിനിഷൻ ഹെഗൽ പറയുന്നത് സ്റ്റേറ്റ് ഇസ് ദ സിന്തസിസ് ഓഫ് ഫാമിലി ആൻഡ് സിവിൽ സൊസൈറ്റി. നമ്മൾ ഒരു സിവിൽ സൊസൈറ്റിയും ഒരു ഫാമിലിയുടെയും, അദ്ദേഹം കുറച്ചൊരു ഫിലോസഫിക്കൽ ആയിട്ട് അല്ലെങ്കിൽ വളരെ ഒരു എത്തിക്കൽ ആയിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ്, കുറച്ചും കൂടി ഒരു ഭയങ്കര ഒരു എത്തിക്കൽ ആയിട്ട് ഒരു നല്ലൊരു ഇന്റർപ്രിട്ടേഷൻ ആണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത് when we compare it with the rest of the definitions. ഓക്കെ, അപ്പം ഇവിടെ എന്ന് പറയുകയാണെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, നമ്മൾ ഒറ്റക്കെട്ടായി എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു ഇമോഷണൽ ബോണ്ടുകൾ. ഓക്കെ, അപ്പൊ ഇതിലൂടെ നമ്മളെ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റുകളും എക്കണോമിക് റിലേഷൻസും, അതേപോലെ തന്നെ നമ്മൾ എന്താ പറയാ, സ്റ്റേറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് മാത്രമല്ല, പക്ഷേ നമ്മളുടെ കുടുംബം, ഫാമിലിയും അതേപോലെ തന്നെ ബാക്കി എല്ലാവരും അല്ല, ഒരു സിവിൽ സൊസൈറ്റിന്റെ ഒരു ബ്ലെൻഡ് ആണ്, അതിന്റെ ഒരു സിന്തസിസ് ആണ്. അതായത് നമ്മൾ എല്ലാവരും ഒരു തരം മോറൽ ഫ്രീഡവും അതേപോലെ തന്നെ ഒരു സോഷ്യൽ യൂണിറ്റി ഒക്കെ ഉള്ള, അതായത് നമ്മളെല്ലാവരും ഒന്നാണ്, അല്ലെങ്കിൽ ഒരു യൂണിറ്റി ആൻഡ് ഇമോഷണൽ ബോണ്ട് ഒക്കെ പ്രൊജക്ട് ചെയ്യുന്ന ഒരു ഡെഫിനിഷനാണ് ഹെഗൽ കൊടുക്കുന്നത്. അപ്പൊ ഹെഗലിന്റെ ഡെഫിനിഷനിൽ ദ ടേംസ് ദാറ്റ് യു നീഡ് ടു റിമെമ്പർ ഇസ് ഫാമിലി ആൻഡ് സിവിൽ സൊസൈറ്റി. ക്ലിയർ ആണോ? ഇസ് ദാറ്റ് ക്ലിയർ? Yes, ma'am. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ അല്ലേ? കാവ്യ, രേതി, ശ്രുതി? Yes, ma'am. ഓക്കെ, അർജുൻ ഓക്കെ അല്ലേ? ഗൗതം, ജാസ്മിൻ, ജസീല, സായി കൃഷ്ണ, ശബാന, ഓക്കെ, ശ്രീജിത്ത്? ഫൈൻ. അപ്പോൾ വി ഹാവ് ഗോൺ ത്രൂ ഹെഗൽസ് ഡെഫിനിഷൻ. ഇനി മോണ്ടെവിഡിയോ കൺവെൻഷൻ എന്ന് പറയുന്ന ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു 1933. സോ ദേ ഹാവ് ഗിവൺ എ വെരി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ അവർ കൊടുത്തിട്ടുണ്ട്. ഡെഫിനിഷൻ ഇൻ ദ സെൻസ് ദേ ഹാവ് കം അപ്പ് വിത്ത് പോയിന്റിംഗ് ദ ഇമ്പോർട്ടൻറ്റ് എലമെന്റ്സ് ഓഫ് സ്റ്റേറ്റ്. സ്റ്റേറ്റിന്റെ ബേസിക് ആയിട്ടുള്ള ഇന്ന എലമെന്റുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണത്? ഡിഫൈൻഡ് ടെറിട്ടറി, ഒരു പ്രോപ്പർ ടെറിട്ടറി ഉണ്ട്, ഒരു പെർമനന്റ് പോപ്പുലേഷൻ ഉണ്ട്,
ഒരു പൊളിറ്റിക്കൽ അതോറിറ്റി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഇതൊരു മോഡേൺ ഡെഫിനിഷൻ ആയിട്ടാണ് നമുക്ക്, കാരണം 1933 വന്നിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. അപ്പൊ കുറച്ചും കൂടി അന്നത്തെ കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ ഒരു മോഡേൺ കാലഘട്ടത്തിന്റെ എലമെന്റുകളും അതിന്റെ സർക്കംസ്റ്റാൻസസ് ഒക്കെ ഉൾക്കൊണ്ട് ഉള്ള ഒരു ഡെഫിനിഷൻ ആണ് മോണ്ടിവിഡിയോ കൺവെൻഷന്റെ ഡെഫിനിഷൻ. ഓക്കെ, അപ്പം ഇതിലെന്ന് പറയുകയാണെങ്കിൽ ഒരു സ്റ്റേറ്റിന് എപ്പോഴും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ലാൻഡ് ഏരിയ അല്ലെങ്കിൽ ഒരു ടെറിട്ടറി അവർക്ക് ഉണ്ടായിരിക്കും അല്ലെ. എന്നിട്ട് അതിൽ ആളുകൾ എന്തായിരിക്കും, അതിൽ ആളുകൾ ജീവിക്കുന്നുണ്ടായിരിക്കും അല്ലെ, പെർമനന്റ്ലി അല്ലെങ്കിൽ ടെമ്പററി ആളുകൾ അവിടെ ജീവിക്കുന്നുണ്ടായിരിക്കും. എന്നിട്ട് പിന്നെ അതിലെന്താ നമ്മൾ പറയുന്നത്, ദേ വിൽ ബി എ പൊളിറ്റിക്കൽ അതോറിറ്റി അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഉണ്ടായിരിക്കും. ഇങ്ങനെ ഈ 3 എസെൻഷ്യൽ കണ്ടീഷൻസ് ആണ്, അല്ലെങ്കിൽ ദീസ് ആർ ദ 3 എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് സ്റ്റേറ്റ് എന്നുള്ളതാണ് മോണ്ടിവിഡിയോ കൺവെൻഷൻ പറയുന്നത്. Is that clear, everyone? Yes, ma'am. Okay. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് നമ്മൾ ഈ എസെൻഷ്യൽ എലമെന്റ്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഡെഫിനേഷൻസ് നോക്കിയത്. ഓക്കെ, അപ്പൊ ഡെഫിനേഷൻസ് ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞിട്ട് പോവാം, ജസ്റ്റ് അതിന്റെ ക്രിസ്പ് ആയിട്ടുള്ള ഒരു കാര്യം. ബന്ദാമിന്റെ ഡെഫിനേഷനിൽ എന്താണ് നിങ്ങൾ ഓർക്കേണ്ടത്? ബന്ദാമിന്റെ ഡെഫിനേഷൻ കേൾക്കുമ്പോൾ Political obedience. യെസ്, പൊളിറ്റിക്കൽ ഒബീഡിയൻസ്. ഒരു മിനിറ്റ്, somebody is here to join. യെസ്, ഓക്കെ. അപ്പൊ പൊളിറ്റിക്കൽ ഒബീഡിയൻസ് എന്നുള്ള വാക്കാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. അപ്പൊ ഞാൻ ഓരോ ഡെഫിനിഷനും നിങ്ങൾ ഓർക്കേണ്ട വാക്ക് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. സാൽമണ്ടിന്റെ ഡെഫിനിഷൻ എന്താണ്? ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആണ്, അവിടെ ഒരു കോയേസീവ് പവർ ഉണ്ട്, മെയിൻ്റനൻസ് ഓഫ് ലോ, ഓർഡർ ആൻഡ് ജസ്റ്റിസ്, ഓക്കെ, ഒരു ഡിറ്റർമിൻഡ് ടെറിട്ടറി ഉണ്ട് എന്ന് ഓർക്കാം. പിന്നെ നമ്മൾ നോക്കിയത് ഹോളണ്ടിന്റെ ഡെഫിനിഷൻ ആണ്. ഹോളണ്ടിന്റെ ഡെഫിനിഷനിൽ അദ്ദേഹം ഒരു ഓർഗനൈസേഷൻ, പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആൻഡ് ഡോമിനൻസ് എന്നുള്ള ഒരു വാക്കാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഹെഗലിന്റെ ഡെഫിനിഷൻ എന്താണ്? സിന്തസിസ് ഓഫ് ഫാമിലി ആൻഡ് സിവിൽ സൊസൈറ്റി. ഓക്കെ, സിന്തസിസ് ഓഫ് ഫാമിലി ആൻഡ് സിവിൽ സൊസൈറ്റി എന്നുള്ള വാക്ക് ഓർക്കാം. പിന്നെ മോണ്ടിവിഡിയോ കൺവെൻഷൻ ആണ്. മോണ്ടിവിഡിയോ കൺവെൻഷനിൽ ഡിഫൈൻഡ് ടെറിട്ടറി, പെർമനന്റ് പോപ്പുലേഷൻ, പൊളിറ്റിക്കൽ അതോറിറ്റി. ഓക്കെ, ഈ ഒരു ഡിഫൈൻഡ് ടെറിട്ടറി, പെർമനന്റ് പോപ്പുലേഷൻ, അപ്പൊ ഇത് മറക്കരുത് കേട്ടോ, ഈ എലമെന്റ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റേറ്റിന്റെ ഇമ്പോർട്ടന്റ് എലമെന്റുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഓരോന്നായിട്ട് നോക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് നോക്കാം. സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്താണ്? ദർ എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഓഫ് ഹ്യൂമൻ ബീങ്സ്. മനുഷ്യരുടെ അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിന്റെ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു സ്റ്റേറ്റിന് ഒരു എക്സിസ്റ്റൻസ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ, ഒരു സ്റ്റേറ്റ് നിലനിൽക്കുക എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങളുണ്ട് അല്ലെങ്കിൽ എലമെന്റ്സുകൾ ഉണ്ട്. ലെറ്റ്സ് ലുക്ക് അറ്റ് വാട്ട് ആർ ദേ. അതിൽ ഒന്നാമത്തേതാണ് പോപ്പുലേഷൻ. പോപ്പുലേഷൻ എന്ന് പറയുന്നത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ബേസിക് എലമെന്റ് ഓഫ് സ്റ്റേറ്റ് ആണ് അല്ലെ. ഒരു രാജ്യം, ഒരു സ്റ്റേറ്റില് ആദ്യം വേണ്ടത് ആൾക്കാരാണ്. ഈ ആൾക്കാർ അല്ലെങ്കിൽ ഈ ഒരു മനുഷ്യരല്ലേ ഇവർ ഭരിക്കുന്നത് അല്ലെ. വാട്ട് ഡു യു തിങ്ക്? ആണോ? മനുഷ്യരെയാണോ ഭരിക്കുന്നത് അല്ലേ? എന്ത് തോന്നുന്നു? യെസ്, ദാറ്റ് ഇസ് ദ. അപ്പൊ പോപ്പുലേഷൻ നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? Yes, ma'am. കേൾക്കാം. Yes, ma'am. ഓക്കെ, ആരുടെയും ഒരു അനക്കം എനിക്ക് കാണുന്നില്ല. കേൾക്കാം. സൺഡേ ആർക്കും ക്ഷമയില്ലേ ക്ലാസ്സിൽ ഇരിക്കാന്? ഓക്കെ, സ്റ്റേറ്റ് ശരിക്കും ഒരു ഇൻട്രസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കാണ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പം ഹ്യൂമൻ ബീങ്സിന് നമ്മൾ എന്താണ് അല്ലെ, ആളുകൾ ഇല്ലാതെ നമ്മൾ ഈ എത്ര ഡോമിനൻസ് ആയിട്ടുള്ള ആളുകൾ ഭരിക്കുന്നുണ്ടെന്നൊക്കെ പറയുകയാണെങ്കിലും ഭരിക്കാൻ ആളുകൾ വേണ്ടേ അല്ലെ. അപ്പൊ പോപ്പുലേഷൻ ഇസ് എ വെരി ഇമ്പോർട്ടന്റ് എലമെന്റ് ഓഫ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ പോപ്പുലേഷൻ ശരിക്കും നമുക്ക് യൂണിഫോം ആവണം, ഫിക്സഡ് ആവണം എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ തന്നെ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് രാജ്യങ്ങൾക്ക് ഡിഫറെന്റ് പോപ്പുലേഷൻസ് ആണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ഇന്ത്യയുടെ ഒഫീഷ്യൽ പോപ്പുലേഷൻ സർവേ പുറത്ത് വന്നിട്ടില്ല. അവർ കോവിഡിന് ശേഷം ഒഫീഷ്യൽ ഡാറ്റ പുറത്ത് വന്നിട്ടില്ല. ഐ മീൻ അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മളുടെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഒക്കെ കണക്ക് എടുത്തതിൽ ഇന്ത്യയാണ് ഇപ്പൊ ചൈനയെക്കാളും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള കൺട്രി അല്ലെ. അപ്പം സ്റ്റേറ്റിന്റെ ഇത്ര നമ്പർ ഓഫ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഡെഫിനിറ്റ് നമ്പർ ഒന്നും നമുക്കില്ല. ഇറ്റ് വേരീസ് ഫ്രം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്. പക്ഷെ എങ്കിലും എന്താണ്, പോപ്പുലേഷൻ ഇസ് എ വെരി ഇമ്പോർട്ടന്റ് എലമെന്റ് ഓഫ് സ്റ്റേറ്റ്. ഓക്കെ, സോ ദ പീപ്പിൾ റിസൈഡിങ് പെർമനന്റ്ലി. ഇപ്പൊ നമ്മളെ രാജ്യത്ത് തന്നെ നമ്മളെ പോപ്പുലേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ 2 വിഭാഗമായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും പോപ്പുലേഷനെ. ഇവിടെ പെർമനന്റ്ലി റിസൈഡ് ചെയ്യുന്ന ആളുകളെയാണ് വി കോൾ ഇറ്റ് സിറ്റിസൺഷിപ്പ് അല്ലെ. നമുക്ക് നമ്മളുടെ പേരൻസിന്റെയോ അല്ലെങ്കിൽ
വിനോ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് പാർട്ട് സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത്. യെസ്, സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത് ഉണ്ട്. അതേപോലെ തന്നെ ഡിഫറെന്റ് ഫോം അക്വയർ ചെയ്ത സിറ്റിസൺഷിപ്പ് അല്ലെ. പിന്നെ വി ഹാവ് എ ഡിഫറെന്റ് ആക്ട് ഓൾസോ. സിറ്റിസൺഷിപ്പിന് വേറൊരു ആക്ടും നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മൾ പെർമനന്റ്ലി ഡിസൈഡ് ചെയ്യുന്നവരെയാണ് വി കോൾഡ് ആസ് സിറ്റിസൺസ് എന്നുള്ളത്. അല്ലാതെ പെർമനന്റ് അല്ലാതെ ടെമ്പററി ആയിട്ടും ഇവിടെ റിസൈഡ് ചെയ്യുന്ന പോപ്പുലേഷൻ ഉണ്ട്. സോ ബേസിക്കലി ദ ഫസ്റ്റ് ഫണ്ടമെന്റൽ എലമെന്റ് ഇസ് പോപ്പുലേഷൻ. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് പോയിന്റ് ഇസ് ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? Yes, ma'am. നെക്സ്റ്റ് ഇസ് എ ടെറിട്ടറി. ടെറിട്ടറി എന്ന് പറയുമ്പോൾ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഐഡന്റിഫയബിൾ ടെറിട്ടറി ഉണ്ട്. ഇപ്പം നമുക്കറിയാം ഒരു സ്റ്റേറ്റിന് എക്സിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താ പറയാ, ലാൻഡ് ഇല്ലാതെ അവർക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പം അവർക്ക് എന്താണ്, ഇപ്പൊ നമ്മൾ ഇന്ത്യയുടെ ഒരു ടെറിട്ടറി എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ടെറിട്ടറി എന്ന് പറഞ്ഞ് കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മളുടെ ലാൻഡ് ഇന്ത്യയുടെ ടെറിട്ടറിയാണ്. പിന്നെ ഇന്റേണൽ വാട്ടേഴ്സ്, നമ്മളെ ടെറിട്ടറിന്റെ ഉള്ളിലുള്ള പുഴകള്, കുളം അല്ലെ, ഇത്തരത്തിലുള്ള ഇന്റേണൽ ലാൻഡ് ഒക്കെ നമ്മളുടെ ഇന്റേണൽ വാട്ടേഴ്സ് ഒക്കെ നമ്മളുടെ ടെറിട്ടറിയാണ്. ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ഉണ്ടോ, ഇപ്പൊ കടലിനൊക്കെ ഇത്ര നോട്ടിക്കൽ മൈൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു കണക്കുണ്ട്, അതുവരെ നമ്മുടെ ടെറിട്ടറി ആയിരിക്കും. പിന്നെ നമ്മുടെ ലാൻഡിന്റെ മേലെ കൂടെ പോകുന്ന എയർ സ്പേസ് നമ്മളുടെ ആയിരിക്കും, ഇത്രയൊരു ഹൈറ്റിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് പല കൺവെൻഷൻസ് ഉണ്ട് ലോകത്ത്, അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മളുടെ ടെറിട്ടറിന്റെ സൈസ് എത്രയാണ് എന്നുള്ളത് ശരിക്കും ഇമ്മെറ്റീരിയൽ ആണ്. നമ്മൾ നേരത്തെ പോപ്പുലേഷനെ പറ്റി പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ടെറിട്ടറിന്റെ സൈസ് എത്രയാണെന്നുള്ളത് ഇമ്മെറ്റീരിയൽ ആണ്. ഇപ്പൊ ഇത്ര ഒരു സൈസ് വേണം ഒരു സ്റ്റേറ്റിന് എന്നൊന്നും ഇല്ല, അങ്ങനെ ഒരു ഡെഫിനിറ്റ് സൈസ് ഒന്നുമില്ല. ഇപ്പൊ വെൻ യു ടേക്ക് എക്സാമ്പിൾസ് ഓഫ് റഷ്യ, USA അല്ലെ, ഇന്ത്യ ആയിക്കോട്ടെ, ചൈന ആയിക്കോട്ടെ, ഇവർക്കൊക്കെ ശരിക്കും വാസ്റ്റ് ടെറിട്ടറീസ് ഉണ്ട്. പക്ഷെ നമ്മളെ ലോകത്തിന്റെ കുഞ്ഞു രാജ്യങ്ങളുണ്ട്. ഇപ്പൊ നേപ്പാൾ, ഭൂട്ടാൻ, സ്വിറ്റ്സർലാൻഡ്, മാൾഡീവ്സ് അല്ലെ, ദേ ഹാവിങ് സ്മോൾ ടെറിട്ടറി. പക്ഷെ അതിൽ പ്രസക്തി ഇല്ല, അത് കുഴപ്പമില്ല, എത്ര വലുതോ എത്ര ചെറുതോ ആയിക്കോട്ടെ, ദാറ്റ് ഡസന്റ് മാറ്റർ. പക്ഷെ ഒരു സ്റ്റേറ്റിന് എന്ത് വേണം? ടെറിട്ടറി വേണം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ആണ്. ഒരു ഗവൺമെന്റ് വേണം. ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് എ മെഷീനറി ഓർ ഏജൻസി ത്രൂ വിച്ച് ദ സ്റ്റേറ്റ് എക്സസൈസസ് ഇറ്റ്സ് അതോറിറ്റി ആൻഡ് അഡ്മിനിസ്റ്റേഴ്സ് ദ കൺട്രി. ഒരു ഗവൺമെന്റ് സിസ്റ്റം ഇസ് ഓൾസോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. സോ ദാറ്റ് ഇസ് എ മെഷീനറി ഓർ ഏജൻസി. അതിലൂടെയാണ് ഗവൺമെന്റ് അവരുടെ പവർ എക്സസൈസ് ചെയ്യുന്നത്, ആ ഒരു ഗവൺമെന്റിലൂടെ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു സ്റ്റേറ്റ് എടുത്ത് കഴിയുകയാണെങ്കിൽ ആ സ്റ്റേറ്റിൽ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക, അവിടെ റൈറ്റ്സുകൾ പ്രൊട്ടക്ട് ചെയ്യുക, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ക്യാരി ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരായിരിക്കും? ഗവൺമെന്റ് ആയിരിക്കും. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ, നമ്മളുടെ രാജ്യത്തെ ഗവൺമെന്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ വി ഹാവ് 3 ഓർഗൻസ് ഓഫ് ദി ഗവൺമെന്റ്. എക്സിക്യൂട്ടീവ് ഉണ്ട്, ലെജിസ്ലേച്ചർ ഉണ്ട്, ജുഡീഷ്യറി ഉണ്ട് അല്ലെ. അപ്പം ഈ 3 ഇപ്പൊ ലെജിസ്ലേച്ചർ എന്ന് പറയുമ്പോൾ ബേസിക്കലി വാട്ട് ദേ ആർ ഡൂയിങ് ഈസ് ദേ ആർ മേക്കിംഗ് ലോസ്. എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ ലോസ് എൻഫോഴ്സ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഒരു ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു ഗവൺമെന്റ് ഇല്ലാതെ ശരിക്കും സ്റ്റേറ്റിന് എഫക്റ്റീവ്ലി ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, നൗ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സോവറിനിറ്റി ആണ്. സോവറിനിറ്റി എന്ന് പറയുമ്പോൾ ബേസിക്കലി ദാറ്റ് ഇസ് എ സുപ്രീം ആൻഡ് അബ്സല്യൂട്ട് പവർ ആണ്. ഈ സോവറിനിറ്റി എന്ന് പറഞ്ഞ എലമെന്റ് ആണ് കേട്ടോ നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോവറിനിറ്റി എന്ന് പറയുന്നത് ആ ഒരു സ്റ്റേറ്റിനൊക്കെ ഉള്ള ഒരു പരമാധികാരമാണ്. അപ്പൊ നമ്മളെ രാജ്യത്തെ സ്റ്റേറ്റിനൊക്കെ ഉള്ള ഒരു പരമാധികാരം എന്ന് പറയുന്നത് ആ ഒരു ഗവേണിംഗ് ബോഡിയാണ് ദ സുപ്രീം ബോഡി. അവരാരും ഭരിക്കുന്നില്ല. പക്ഷെ ഇന്ത്യക്ക് പരമാധികാരം ഇല്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനൊരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇന്ത്യക്ക് പരമാധികാരം ഇല്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. യെസ്, അതെ, ബ്രിട്ടീഷ് റൂളിന്റെ സമയത്തായിരുന്നു അല്ലെ. ബ്രിട്ടീഷ് റൂളിന്റെ സമയത്ത് നമ്മൾ ഇന്റേർണലി എടുത്ത് നോക്കുകയാണെങ്കിലും എക്സ്റ്റേർണലി എടുത്ത് നോക്കുകയാണെങ്കിലും ഒക്കെ എന്തായിരുന്നു, നമ്മള് വി വർ കൺട്രോൾഡ്, അല്ലെങ്കിൽ നമ്മൾ വേറൊരാളുടെ അണ്ടറിൽ ആയിരുന്നു. ഓക്കെ, അതിനാണ് വി കോൾഡ് ആസ് സോവറിനിറ്റി എന്ന് പറയുന്നത്. ഇനി ഐ മീൻ അങ്ങനെ ഒരാളുടെയും കൺട്രോളിൽ അല്ലാതിരിക്കുമ്പോഴാണ് സോവറിനിറ്റി. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്നത്തെ ഇന്ത്യ സോവറീൻ ആണ്, അല്ലെങ്കിൽ 1950s നമ്മുടെ ഭരണഘടന വന്നതിന് ശേഷം when you read at the preamble, നിങ്ങൾ പ്രിയാമ്പിൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാണാൻ പറ്റും സോവറിനിറ്റി, വിച്ച് മീൻസ് പരമാധികാരം. എന്താണ് പരമാധികാരം? നമ്മൾ ഇന്റേർണലി ആണെങ്കിലും നമ്മളെ ആരും ഒരു എക്സ്റ്റേണൽ ആയിട്ട് കൺട്രോൾ ചെയ്യുന്നില്ല. എക്സ്റ്റേണലി ഇന്ത്യ മറ്റ് ഇന്റർനാഷണൽ റിലേഷൻസോ അല്ലെങ്കിൽ ഇന്റർനാഷണലി നോക്കുന്ന സമയത്തും ഇന്ത്യയെ ആരും കൺട്രോൾ ചെയ്യുന്നില്ല. കംപ്ലീറ്റ്ലി വി ആർ സോവറിൻ. നമുക്ക് ആ ഒരു എക്സ്റ്റേണലി ആണെങ്കിലും ഇന്റേർണലി ആണെങ്കിലും നമുക്ക് ആ ഒരു പരമാധികാരമുണ്ട്.
അതിനെയാണ് വി കോൾ ഇറ്റ് എസ് സോവറിനിറ്റി. അപ്പൊ ഇൻഡിപെൻഡൻസിന് ശേഷമാണ് ഇന്ത്യ ഒരു സോവറിൻ സ്റ്റേറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഇന്ത്യയുടെ ഇന്റേണൽ അഫയേഴ്സുകൾ ആണെങ്കിലും എക്സ്റ്റേണൽ അഫയേഴ്സുകൾ ആണെങ്കിലും വി ആർ നോട്ട് ഡിപ്പെൻഡിങ് ഓൺ എനി വൺ, അല്ലെങ്കിൽ ആരുടെയും ഒരു കമാൻഡിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ, നമ്മൾ നോക്കുന്നത് സ്റ്റേറ്റിന്റെ ഫങ്ഷൻസ് ആണ്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദ സ്റ്റേറ്റ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമുക്ക് സ്റ്റേറ്റിന്റെ ഫങ്ഷൻസിൽ ഇതിലിപ്പോ ഞാൻ പ്രൈമറി ഫങ്ഷൻസ് ഓർ എസെൻഷ്യൽ ഫങ്ഷൻസ് എന്ന് പറയുന്നതാണ്. കാണുന്നില്ലേ നിങ്ങൾക്ക്? സ്ക്രീന് വിസിബിൾ അല്ലേ? ഓക്കെ, യെസ്. പ്രൈമറി ഫങ്ഷൻസ് ഓർ ആദ്യം നമ്മൾ പ്രൈമറി ആയിട്ട്, പ്രൈമറി എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കും, നമ്മൾ ആ ഒരു കോർ ഫങ്ഷൻസിനാണ് വി കോൾഡ് ആസ് പ്രൈമറി ഫങ്ഷൻസ് അല്ലെ. അപ്പം അത് ആ സ്റ്റേറ്റിന്റെ എക്സിസ്റ്റൻസിന് വളരെ പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ എന്തായാലും വേണ്ട കുറച്ച് ഫങ്ഷൻസ് ആണ്, റൈറ്റ്? അപ്പം അതിൽ ഒന്നാമത്തതാണ് ഡിഫൻസ്. ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ ഗവൺമെന്റ് ഒക്കെ ദിവസം ന്യൂസിൽ കാണാൻ പറ്റും എത്ര പൈസയാണ് അവർ ഡിഫൻസിന് ചെലവഴിക്കുന്നത് അല്ലെ. ഡിഫൻസിന് അത്രയും പൈസ അവർ ചെലവഴിക്കുന്നുണ്ട്. ബിക്കോസ് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡിഫൻസ് അത്രയും പവർഫുൾ ആണെന്നുണ്ടെങ്കിൽ, വിച്ച് മീൻസ് ദേ ആർ എ പവർഫുൾ കൺട്രി. ക്യാൻ യു നെയിം എ കൺട്രി വിച്ച് ഇസ് ഇപ്പൊ ഏറ്റവും പവർഫുൾ ആയിരിക്കുന്ന കൺട്രി ഏതാന്ന് പറയാൻ പറ്റുമോ ഇൻ ആസ്പെക്ട് ഓഫ് ഡിഫൻസ്? ആരായിരിക്കും? ഇന്ത്യ. No, ഇന്ത്യ അത്ര പവർഫുൾ അല്ല. ഗ്ലോബലി ഇസ്രായേലും റഷ്യ. യെസ്. എന്തുകൊണ്ടാണ് ഇസ്രായേലിനൊക്കെ ഇത്ര ഒരു ഇതാവാൻ കാരണം? കാരണം ഇന്ത്യ പോലും ഇസ്രായേലിന്റെ അടുത്ത് നിന്നാണ്. എന്തുകൊണ്ടാണ് ഇപ്പൊ ഇസ്രായേൽ ഫലസ്തീൻ ഇഷ്യൂസിലൊന്നും പല രാജ്യങ്ങളും വല്ലാതെ അതിൽ എക്സ്പ്രസ്ലി ഇടപെടാത്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ബിക്കോസ് ഇസ്രായേൽ പല ഡിഫൻസ് കാര്യങ്ങളും ഔട്ട്സോഴ്സ് ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ്. നമ്മൾ പല ഡിഫൻസ് സിസ്റ്റം ഇന്ത്യ പോലും വാങ്ങുന്നത് ഇസ്രായേൽ പോലെ റഷ്യയിൽ നിന്നൊക്കെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ്. ഓക്കെ, അപ്പം ഡിഫൻസ് മെക്കാനിസം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് ഫാർ ആസ് എ കൺട്രി ഇസ് കൺസേൺഡ്. ഇപ്പൊ ഇസ്രായേലൊക്കെ ഇത്രയും ധൈര്യത്തിൽ അവർ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് ബിക്കോസ് അവർക്ക് അവരുടെ അവരുടെ ഒരു രാജ്യത്തിന്റെ പവർ എന്ന് പറയുന്നത് അത്രയും വലുതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ എക്സാമ്പിൾ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഡിഫൻസ് എന്നുള്ളത് ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് ഇസ് വൺ ഓഫ് ദ പ്രൈമറി ഫങ്ഷൻസ്. ഓക്കെ, പ്രൈമറി ഫങ്ഷൻസ് ആണ്. അതിപ്പോ ശരിക്കും നമുക്കത് എന്നും ആവശ്യമൊന്നും വരൂല. പക്ഷെ നമ്മൾ പറയല്ലോ, ഈ സൈനികര് യുദ്ധം ഉണ്ടാവുമ്പോഴാണ് അവർക്ക് പണി വരിക എന്ന് പറഞ്ഞ പോലെ ഒരു യുദ്ധത്തിന്റെ സമയത്ത് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും, നമ്മൾ കശ്മീരിലൊക്കെ ഇഷ്യൂസ് ഉണ്ടായ സമയത്ത് അല്ലെ, ആ ഒരു സമയത്തൊക്കെ ഒരു രാജ്യത്തിന്റെ ഒരു നമ്മളെ ശരീരത്തിന്റെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്ന പോലെയാണ് നമ്മളെ ശരിക്കും ഡിഫൻസ്. നമുക്ക് ശരിക്കും നല്ലൊരു ഇമ്മ്യൂൺ സിസ്റ്റം ഉള്ള ഒരാളെ നമ്മൾ പ്രൈസ് ചെയ്യും അല്ലെ. അതെന്തുകൊണ്ടാ? അവന് പെട്ടെന്നൊന്നും അസുഖമൊന്നും വരില്ല അല്ലെ. ഇപ്പൊ നമ്മളെ ഇടയിലൊക്കെ ഏറ്റവും ലാസ്റ്റ് പനി, ഇപ്പൊ ഒരു വീട്ടിൽ എല്ലാവർക്കും പനി ഉണ്ടെങ്കിൽ, പനി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വൈറൽ ഫീവർ ഉണ്ടെങ്കിൽ ലാസ്റ്റ് വരുന്ന ഒരാളുണ്ടായിരിക്കും. അയാൾക്ക് ചിലപ്പോൾ വരി പോലും ഉണ്ടാവില്ല. അത് അത്രയും ഇമ്മ്യൂൺ അല്ല, ആ ഒരു ഇമ്മ്യൂണിറ്റി. അപ്പൊ അതേപോലത്തെ ഒരു രാജ്യത്തിന്റെ ഒരു ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഡിഫൻസ് ആണ് എന്ത്, വാർ. പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ആണ്. ഓക്കെ, അപ്പം സ്റ്റേറ്റ് എപ്പോഴും ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, റൈറ്റുകൾ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം, പിന്നെ ഇൻഡിവിജ്വൽസിന്റെ ഡിസ്പ്യൂട്ട് റിസോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ ഇതൊക്കെ ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റേറ്റിന്റെ പ്രൈമറി അല്ലെങ്കിൽ ഒരു എസെൻഷ്യൽ ഫങ്ഷൻ ആണ്. ഓക്കെ, ഇനി ഞാൻ വേറെ ഐ ഹാവ് വൺ മോർ സ്ലൈഡ്. ഓക്കെ, നൗ നെക്സ്റ്റ് നമ്മൾ ഇതില് കുറച്ച് തിയറീസ് കൂടി ഞാൻ പറയുന്നുണ്ട്. അത് ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഇതിന്റെ ഒരു സിമ്പിൾ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ് ആണ്. പിന്നെ ഓരോ എന്താ പറയുക പ്രൊപ്പൗണ്ടേഴ്സ് അല്ലെങ്കിൽ ഓരോ ജൂറിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്ന ഫങ്ഷൻസ് കൂടി ഉണ്ട്. ഓക്കെ, അത് ഞാൻ വേറെ സ്ലൈഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു മിക്സ് ഇറ്റ് അബൌട്ട്. ഫൈൻ. നമ്മൾ സെക്കൻഡറി ഫങ്ഷൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, അപ്പൊ പ്രൈമറി ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ആ സ്റ്റേറ്റിന് നിലനിൽപ്പിനുള്ള ഫങ്ഷൻസ് ആയിരിക്കും പ്രൈമറി ഫങ്ഷൻസ് വരിക. ദ ഫണ്ടമെന്റൽ കോർ ആയിട്ടുള്ള ഫങ്ഷൻസ് ആയിരിക്കും പ്രൈമറി ഫങ്ഷൻസ് വരിക. When we come to secondary functions എന്ന് പറയുമ്പോൾ that is basically welfare of the citizens. സിറ്റിസൻസിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ സിറ്റിസൻസിന്റെ കാര്യങ്ങളിലോട്ടാണ് വരിക സെക്കൻഡറി ഫങ്ഷൻസ്. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ലെജിസ്ലേഷൻ ഒരു സെക്കൻഡറി ഫങ്ഷൻ ആയിട്ട് പറയാൻ പറ്റും. ബിക്കോസ് എന്താണ്, ആ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കാനൊക്കെ ആര് വേണം? ലെജിസ്ലേഷൻ വേണം അല്ലെ. Then comes the taxation. ടാക്സേഷൻ എന്താണ്? അതും ഒരു വെൽഫെയർ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ കയ്യിൽ നിന്ന് ടാക്സ് ആയിട്ട് പൈസ പിരിച്ചാൽ മാത്രമേ
ആ പൈസ നമുക്ക് വെൽഫെയർ ആക്ടിവിറ്റീസിന് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ? അപ്പൊ അതാണ് വെൽഫെയർ അല്ലെങ്കിൽ ടാക്സേഷൻ. ഇത് സോഷ്യൽ ആൻഡ് എക്കണോമിക് വെൽബീങ് ഓഫ് ദ പീപ്പിളിന് വേണ്ടിയിട്ടുള്ള ഫങ്ഷൻസ് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, Yes, ma'am. ഇനി നമുക്ക് തിയറീസ് കൂടി ഞാൻ ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ആ ഓർഡറിൽ തന്നെ പോവാം. ഓക്കെ, ഇനി നമുക്ക് ഈ സ്റ്റേറ്റ് എങ്ങനെയാണ് ഒറിജിൻ ചെയ്തിട്ടുള്ളത്, വാട്ട് ഈസ് ദ എങ്ങനെയാണ് ഇതിന്റെ ഒരു ഒറിജിൻ എന്നുള്ളതിന് കുറെ തിയറീസ് ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് ഡിവൈൻ തിയറിയാണ്. ഈ ഡിവൈൻ എന്നുള്ള വാക്ക് കൊണ്ട് എന്തായിരിക്കും? നിങ്ങൾക്ക് എന്തെങ്കിലും ഗെസ് ഉണ്ടോ? ഡിവൈൻ തിയറി എന്തായിരിക്കും? Godly. ഗോഡ്. യെസ് യെസ്, ഗുഡ്. അതിനെയാണ് ഡിവൈൻ കൊണ്ട്. ഇപ്പൊ നിങ്ങൾ പല സ്ഥലത്തും ഡിവൈൻ എന്നുള്ള വാക്കൊക്കെ കേൾക്കുകയാണെങ്കിൽ യു ക്യാൻ ലോജിക്കലി ലിങ്ക് ഇറ്റ് വിത്ത് ഗോഡ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒറിജിൻ. ഇപ്പൊ നാച്ചുറൽ ലോ തിയറി ഒക്കെ നിങ്ങൾ ജൂറിസ്പ്രുഡൻസിൽ പഠിച്ചിട്ടില്ലേ? അതൊക്കെ ഒരു ഡിവൈൻ ലോ അല്ലെങ്കിൽ അതിനെ ലിങ്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ഇത്. ഓക്കെ, അപ്പൊ ഡിവൈൻ തിയറി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്റ്റേറ്റിന്റെ ഒറിജിനെ പറ്റി പറയുന്ന ഒരു ഓൾഡസ്റ്റ് തിയറിയാണ് ഡിവൈൻ തിയറി. ഓക്കെ, അപ്പൊ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ആൻഡ് ദ റൂളർ ആർ ക്രിയേറ്റഡ് ബൈ ദ ഗോഡ്. സ്റ്റേറ്റും സ്റ്റേറ്റിന്റെ റൂളറും ഗോഡാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതായത് കിങ്ങിന് അതോറിറ്റി കിട്ടുന്നത് ഡയറക്ട്ലി ഫ്രം ദ ഗോഡ് ആണ് ആൻഡ് ഇസ് ദെർഫോർ അക്കൗണ്ടബിൾ ഓൺലി ടു ഗോഡ്. ഓക്കെ, കിങ്ങിന് കിട്ടുന്നത് ഗോഡിൽ നിന്നാണ് ആൻഡ് കിങ്ങിന് ആരോട് ഇതിന് സമാധാനം പറയണം, അല്ലെങ്കിൽ ആരോട് അക്കൗണ്ടബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ ആർക്ക് ജസ്റ്റിഫിക്കേഷൻ കൊടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഓൺലി ടു ദ ഗോഡ്. അത് ഗോഡിന് മാത്രം കൊടുത്താൽ മതി എന്നാണ് ഇതിൽ പറയുന്നത്, ഈ ഒരു തിയറി മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, അപ്പം ആളുകളോട് കിങ്ങിന് ഒരിക്കലും സമാധാനം പറയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അതിനൊരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, ദൈവത്തിനോട് മാത്രം കൊടുത്താൽ മതി എന്നാണ് ഈ ഒരു തിയറി മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ജൂസിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന അവരെ ഒരു വിശ്വാസം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ഗോഡാണ് കിങ്ങിനെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് ഗോഡാണ് ഈ ഒരു പദവി കൊടുത്തതും. അതേപോലെ തന്നെ ഇവൻ ഗോഡ് പണിഷ് ചെയ്തിട്ടുണ്ട്, ബാഡ് റൂളേഴ്സ് ഉണ്ടെങ്കിൽ അവരെ ഗോഡ് പണിഷ് ചെയ്യും എന്നുള്ളതാണ്. അപ്പം ഇവര് ഈ ജ്യൂസ് ഒക്കെ ബേസിക്കലി ഈ ഒരു ഡിവൈൻ തിയറിയിലൊക്കെ അവര് ആ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദേ വർ വിത്ത് ദ വ്യൂ ദാറ്റ് കിങ് വാസ് റിഗാർഡഡ് ആസ് ആൻ ഏജന്റ് ആൻഡ് റെപ്രസെന്റേറ്റീവ് ഓഫ് ഗോഡ് ഓൺ എർത്ത്. ഭൂമിയിലുള്ള ഗോഡിന്റെ റെപ്രസെന്റേറ്റീവും ഏജന്റും ആയിട്ട് ആരാണ്? കിങ് ആണ് എന്നാണ് ഡിവൈൻ തിയറിയിൽ പറയുന്നത്. Is that clear, everyone? Yes, ma'am. Okay, so that is divine theory. അപ്പൊ ഡിവൈൻ തിയറി എന്നുള്ളത് ഞാൻ കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ആ വാക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്താണ് ഡിവൈൻ തിയറി എന്ന് മനസ്സിലാക്കണം. അവിടെയാണ് നമ്മൾ ക്ലാസ്സിന്റെ എന്താ പറയാ, നമ്മളിങ്ങനെ ഓരോ ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് നമുക്കത് കോൺസെപ്ച്വലി നമുക്ക് ക്ലാരിറ്റി കിട്ടുക എങ്ങനെയാണ്. നാളെ നിങ്ങൾ ഇപ്പൊ ഇത്തരത്തിലുള്ള എക്സാംസ് ഒക്കെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നമുക്കിപ്പോ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ചിലപ്പോൾ കറക്റ്റ് അറിയുന്ന ഉത്തരമാവണമെന്നില്ല, പക്ഷെ ഇതേപോലെ വാട്ട് ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് ഡിവൈൻ തിയറി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 4 ഓപ്ഷൻസ് കൊടുക്കാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ മുന്നേ എവിടെയെങ്കിലും നിങ്ങൾ ഡിവൈൻ എന്നുള്ള വാക്കുമായിട്ട് എന്തെങ്കിലും ഒരു റൈറ്റ്, ഡ്യൂട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ലിങ്ക് ഇറ്റ് ലോജിക്കലി അല്ലേ? ഓക്കെ, ഇനി ദിസ് തിയറി ഗെയിൻഡ് പ്രോമിനൻസ് ഡ്യൂറിംഗ് ദ 16th and 17th സെഞ്ചുറിയിലാണ് ഈ ഒരു തിയറിക്ക് ഒരു പ്രോമിനൻസ് കിട്ടുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ഡിവൈൻ തിയറിക്ക് കുറച്ച് കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു റിഫോർമേഷൻ പീരീഡ് എന്ന് പറഞ്ഞൊരു കാലഘട്ടത്തിലൊക്കെ കുറച്ചും കൂടി ആ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പം എന്താ പറയാ, ചില ആളുകള്, ചില കിങ്ങുകള് ഭയങ്കരമായിട്ട് അബ്സല്യൂട്ട്ലി ആളുകളുടെ പുറത്ത് പവർ യൂസ് ചെയ്യാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് അവർക്കൊരു ഡോമിനൻസ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പവർ ആളുകളുടെ മേലെ അത് അടിച്ചമർത്തുന്ന സമയത്തൊക്കെ അവരൊരു എക്സ്ക്യൂസ് ആയിട്ട് പറഞ്ഞിരുന്നത് ഞാൻ ദൈവം കൽപ്പിക്കുന്ന പോലെയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു എക്സ്ക്യൂസ് ആയിരുന്നു അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം അതാണ് അവരുടെ ഒരു എക്സ്ക്യൂസ് ആയിട്ട്, അല്ലെങ്കിൽ അവർ ഇതേപോലെ ആളുകളോട് ഓരോന്ന് ചെയ്യാൻ കൽപ്പിക്കുകയാണ്, ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടാണെന്ന് പറയുമ്പോൾ അതിലൂടെ പിന്നെ ആളുകൾക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത, അല്ലെങ്കിൽ അങ്ങനെ അവർ മിസ്യൂസ് ചെയ്ത് അങ്ങനെയായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി അതിന്റെ ക്രിറ്റിസിസം, ഈ ഒരു തിയറിയുടെ ക്രിറ്റിസിസം എന്ന് പറയുകയാണെങ്കിൽ ഇന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ തിയറി കംപ്ലീറ്റ്ലി ഒരു റിജക്ട് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ്. ബിക്കോസ് ഇവിടെ ഒരു സയന്റിഫിക് അനാലിസിസ് ഇല്ല, ജസ്റ്റ് ബ്ലൈൻഡ്ലി ഓൺ ഫെയ്ത്ത് ആൻഡ് റിലീജിയസ് ബിലീഫിലാണ്. ഒരു റീസണോ അല്ലെങ്കിൽ ഒരു സയന്റിഫിക് അനാലിസിസോ ഒന്നും ഇവിടെ ഇല്ല. ഇറ്റ് പ്രൊവൈഡ്സ് നോ റാഷണൽ എക്സ്പ്ലനേഷൻ ഫോർ ദ, ഒരു റാഷണൽ എക്സ്പ്ലനേഷനും ഇല്ല. ജസ്റ്റ് ഗോഡുമായിട്ട് കണക്ട് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അതിന് ഒരു പ്രോപ്പർ ജസ്റ്റിഫിക്കേഷൻ ആയിട്ട്, അന്നത്തെ കാലത്ത് ആളുകൾ അങ്ങനെയൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു, പക്ഷെ അത് എല്ലാ കാലത്തും അങ്ങനത്തെ തിയറീസ് ഒന്നും നിലനിൽക്കില്ല അല്ലെ? അപ്പൊ അതാണ് ഈ ഒരു തിയറിന്റെ ക്രിട്ടിക്, ആൻഡ് ദാറ്റ്സ് ഹൗ ദിസ് തിയറി വാസ് റിജക്റ്റഡ്. ക്ലിയർ ആണോ? ഇസ് ദാറ്റ് ക്ലിയർ? Yes, ma'am. Okay,
നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ഒരു തിയറി ഈസ് സോഷ്യൽ കോൺട്രാക്ട് തിയറി. ഈ സോഷ്യൽ കോൺട്രാക്ട് തിയറി നിങ്ങൾ ചിലപ്പോൾ പല സ്ഥലങ്ങളിലൊക്കെ കാണുന്നുണ്ടായിരിക്കും. അപ്പം ഇതിന്റെ പ്രൊപ്പൗണ്ടേഴ്സിനെ നിങ്ങൾ മറക്കരുത് കേട്ടോ. നമ്മൾ ഇമ്പററ്റിക്കൽ സ്കൂളിന്റെയും അനലിറ്റിക്കൽ സ്കൂൾ അല്ലെങ്കിൽ പോസിറ്റിവിസ്റ്റ് സ്കൂളിന്റെ ഓസ്റ്റിൻ ആണെന്ന് പറയുന്ന പോലെ സോഷ്യൽ കോൺട്രാക്ട് തിയറിൻ്റെത് ഹ്യൂഗോ ഗ്രോഷ്യസ് ആൻഡ് ലേറ്റർ ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ തോമസ് ഹോബ്സ്, ജോൺ ലോക്ക് ആൻഡ് ജീൻ ജാക്കസ് റോസോ. അത് നിങ്ങൾ മറക്കാൻ പാടില്ല, അത് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കണേ. ഇത് ഒരു കാണാപ്പാടം അല്ലെങ്കിൽ ഈ ഒരു പേരുകൾ എപ്പോഴും മൈൻഡിലേക്ക് വരേണ്ടതാണ്, ബിക്കോസ് ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പം ഈ ഒരു തിയറി അവർ മുന്നോട്ട് വയ്ക്കുന്നത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് മനുഷ്യൻ ഉണ്ടാക്കിയ മനുഷ്യന്റെ ക്രിയേഷനിൽ വന്നിട്ടുള്ളതാണ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു. ഫോം ബൈ എൻ അഗ്രിമെന്റ് ഓർ കോൺട്രാക്ട് അമംഗ് ഇൻഡിവിജ്വൽസ്. ഈ സ്റ്റേറ്റിലുള്ള ആളുകൾ ഓക്കെ, അവർ തമ്മിൽ ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ ഒരു അഗ്രിമെന്റിൽ ഏർപ്പെട്ടുകൊണ്ടിട്ടാണ് ആ സ്റ്റേറ്റ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് ഫോൺ ബൈ എൻ അഗ്രിമെന്റ്. അപ്പൊ നമ്മൾ ഏർലി ടൈംസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ കുറെ പിന്നോട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു സ്റ്റേറ്റോ അല്ലെങ്കിൽ ഒരു മാൻമെയ്ഡ് ലോസ് ഒന്നുമില്ല. പീപ്പിൾ എന്ന് പറയുകയാണെങ്കിൽ അവര് നാച്ചുറൽ ലോസ് അല്ലെങ്കിൽ എന്താ പറയാ ബേസിക്കലി അവർക്ക് ശരിയാണോ തെറ്റാണോ എന്ന് തോന്നുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ഇക്വാലിറ്റി, ഒരു ജസ്റ്റിസ്, അങ്ങനെ ഒരു ബേസിക്കലി ഒരു നാച്ചുറൽ ലോ അനുസരിച്ചായിരുന്നു അവർ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഒരു അതോറിറ്റി അവരുടെ മേലെ ഇല്ലായിരുന്നു അത് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഇത് ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ ചെയ്താലാണ് അത് ശരി, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന പണിഷ്മെന്റ് നിങ്ങൾക്ക് കിട്ടും. ഈ എൻഫോഴ്സിങ് മെക്കാനിസം എന്ന് പറയുന്നത് അതാണല്ലോ. നിങ്ങളിത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു പണിഷ്മെന്റ് അട്രാക്ട് ചെയ്യും എന്ന് പറയുന്നതാണ് ആ ഒരു എൻഫോഴ്സിങ് മെക്കാനിസം. ഓക്കെ, അപ്പൊ സോഷ്യൽ കോൺട്രാക്ട് തിയറിയാണ് ആദ്യമായിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പൊ ഇവര് പറയുന്നത് സ്റ്റേറ്റ് ഒരു ഒരു ഹ്യൂമൻ ക്രിയേഷൻ ആണ്. ഈ ഇൻഡിവിജ്വൽസ് തമ്മിൽ വന്നിട്ടുള്ള ഒരു കോൺട്രാക്ട് ഓർ അഗ്രിമെന്റ് തമ്മിലാണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഏർലി ടൈംസിൽ ഇത്തരത്തിലുള്ള ഒരു ലോസോ മാൻമെയ്ഡ് ലോസോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ അത് എൻഫോഴ്സ് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ ഞാനിപ്പോ ഒരു സിമ്പിൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളെ രാജ്യവും തമ്മിൽ, ഇപ്പൊ നമ്മളും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ സിറ്റിസൺസ് ആയ നമ്മളും തമ്മിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കോൺട്രാക്ട് പോലെ എക്സിസ്റ്റിംഗ് ആണ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ടാക്സ് അടയ്ക്കുന്നുണ്ട്, ടാക്സുകളും കാര്യങ്ങളും ഗവൺമെന്റിന് അടയ്ക്കുന്നു. ഗവൺമെന്റ് എന്ത് നമുക്ക് ഉറപ്പ് തരുന്നു? നിങ്ങളുടെ വെൽഫെയർ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫും ലിബർട്ടിയും പ്രോപ്പർട്ടിയും ഒക്കെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്ത് തരാം എന്ന് ഇന്ന് സ്റ്റേറ്റ് ഉറപ്പ് തരുന്നുണ്ട്. അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്കിലാണ് സ്റ്റേറ്റ് പോകുന്നത്, അല്ലേ? മനസ്സിലായോ? അപ്പം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അതോറിറ്റി നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാനുണ്ട്. ഓക്കെ, വി ആർ റെഡി ടു പേ, അല്ലെങ്കിൽ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ രാജ്യത്തിന് തരാം. അങ്ങനെയാണ് നമ്മൾ ടാക്സ് കൊടുക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ ലൈഫ്, ലിബർട്ടി ആൻഡ് പ്രോപ്പർട്ടി. ഓക്കെ, അപ്പൊ പീപ്പിൾ എൻറ്റേർഡ് ഇൻ ടു സോഷ്യൽ കോൺട്രാക്റ്റിലോട്ട് എൻ്റർ ചെയ്യുകയും ആൻഡ് എസ്റ്റാബ്ലിഷ് ദ സ്റ്റേറ്റ്. അവർ സ്റ്റേറ്റിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. സറണ്ടറിങ് സം ഓഫ് ദിയർ നാച്ചുറൽ റൈറ്റ്സ് ടു കോമൺ അതോറിറ്റി. അപ്പൊ നമ്മൾ നമ്മളുടെ നാച്ചുറൽ റൈറ്റ്സുകളൊക്കെ നമ്മൾ സറണ്ടർ ചെയ്യുന്നുണ്ട്, അല്ലെ? നമ്മൾക്ക് ഇപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഫണ്ടമെന്റൽ റൈറ്റ്സിൽ കുറെ റെസ്ട്രിക്ഷൻസ് നമുക്കുണ്ട്, ഇല്ലേ? അപ്പം ഹോബ്സ് ഇതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്, മാൻ ഈസ് സെൽഫിഷ് ബൈ നേച്ചർ ആൻഡ് ദാറ്റ് ലൈഫ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് നേച്ചർ വാസ് സോളിറ്ററി, പുവർ, നാസ്റ്റി, ബ്രൂട്ടിഷ് ആൻഡ് ഷോർട്ട് എന്നുള്ള കോൺസെപ്റ്റ്. അതായത് അദ്ദേഹം ഉദ്ദേശിച്ചത് നമ്മളെ എന്താ പറയാ, മാനിന് സെൽഫിഷ് ആണ്. ഇപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളെ രാജ്യത്ത് നമുക്കൊരു ഗവൺമെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ മാൻ ഭയങ്കര സെൽഫിഷ് ആണ്. അവൻ തെഫ്റ്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ ആളുകളെ കൊന്നിട്ടും അവന്റെ സെൽഫിഷ് നീഡുകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, അല്ല അത്രയും ക്രൈമുകളും കാര്യങ്ങളും അല്ലെങ്കിൽ അത്രയും നെഗറ്റീവ് ആയിട്ടായിരിക്കും സൊസൈറ്റി ഉണ്ടാവുക. നേരെ മറിച്ച് ഇവിടെ ഒരു ഗവൺമെന്റ് സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ ഒരു റൂളിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പൊ അവര് പ്രോപ്പർലി നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവര് നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതിനനുസരിച്ച് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ നിങ്ങൾ എന്തെങ്കിലും വയലേഷൻസ് വരുത്തി കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? അതിനനുസരിച്ചുള്ള പണിഷ്മെന്റ് നിങ്ങൾ അട്രാക്ട് ചെയ്യിപ്പിക്കും. അപ്പം ഇത്തരത്തിലുള്ള ഇപ്പൊ നമുക്ക് അങ്ങനെ തോന്നിയവരെ കൊല്ലുക, അല്ലെങ്കിൽ റേപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രൈംസ് ഒക്കെ കമ്മിറ്റ് ചെയ്യുമ്പോൾ അല്ലെ അവിടെ ഒരു കൺട്രോളിംഗ് ആയിട്ടുള്ള ഒരു അതോറിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, അല്ലെ? അപ്പൊ മാനിന്റെ ആ ഒരു സെൽഫിഷ് നേച്ചറിനെ ഒക്കെ ഇതാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഹോബ്സ് ആണെങ്കിലും ലോക്ക് ആൻഡ് റോസ് ഒക്കെ ആണെങ്കിലും ഇവരൊക്കെയാണ് ഈ സോഷ്യൽ കോൺട്രാക്ട് തിയറിയുടെ പിന്നിൽ ഉള്ളത്. ഓക്കെ, പിന്നെ ലോക്ക് ബിലീവ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാല് മാൻ ഇസ് സോഷ്യൽ ബൈ നേച്ചർ. മാൻ സോഷ്യൽ ആണ് ബൈ നേച്ചറിൽ ആൻഡ് സ്റ്റേറ്റ് എക്സിസ്റ്റ് ടു പ്രൊട്ടക്ട്. അപ്പൊ മാനിന് പല കാര്യങ്ങളിൽ ഇടപഴകേണ്ടി വരും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അയാളുടെ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് സ്റ്റേറ്റിന് ഒരു ഇതാണ്. അപ്പം സ്റ്റേറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഇത്തരത്തിൽ നാച്ചുറൽ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം റൂസോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഹ്യൂമൻ
നേച്ചർ, മനുഷ്യന്റെ ഒരു നേച്ചറിന്റെ ഒരു ഭാഗമാണ് സെൽഫ് പ്രിസർവേഷനും അതേപോലെ തന്നെ സ്വന്തമായിട്ട് പ്രിസർവ് ചെയ്യലും പ്ലസ് മറ്റുള്ളവർക്കുള്ള ഒരു സിമ്പതിയും എന്നുള്ളത്. ഓക്കെ, അപ്പം സ്റ്റേറ്റ് ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത് ആളുകളുടെ ജനറൽ വിൽ ഓഫ് ദ പീപ്പിൾ ആണ്. മനസ്സിലായോ? അതായത് എല്ലാവരുടെയും കാര്യങ്ങൾ പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ്, സെൽഫായിട്ട് പ്രിസർവ് ചെയ്യാനും പ്ലസ് സിമ്പതി കാണിക്കുന്നുണ്ടാവും മറ്റുള്ളവർക്ക് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ബേസിക്കലി എല്ലാവരുടെയും ഉൾക്കൊണ്ട് ജനറൽ വില്ലിനെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ് നിലനിൽക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സോഷ്യൽ കോൺട്രാക്ട് തിയറി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോഷ്യൽ കോൺട്രാക്ട് തിയറിയിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇറ്റ് വാസ് ഫസ്റ്റ് പ്രൊപ്പൗണ്ടഡ് ബൈ ഹ്യൂഗോ ഗ്രോഷ്യസ്. പ്രൊപ്പൗണ്ടർ ഹ്യൂഗോ ഗ്രോഷ്യസ് ആണെന്ന് മറക്കരുത്. അദ്ദേഹമാണ് അത് കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ ആ തിയറി ആദ്യം ഇവോൾവ് ചെയ്ത് കൊണ്ടുവരുന്നത് അയാളാണ്. പിന്നെ അതിനെയാണ് തോമസ് ഹോബ്സും ജോൺ ലോക്ക് ആൻഡ് റോസോ ഡെവലപ്പ് ചെയ്യുന്നത്. ആ ഓർഡർ പഠിക്കണം കേട്ടോ. ഫസ്റ്റ് ഇസ് ഹ്യൂഗോ ഗ്രോഷ്യസ്, തോമസ് ഹോബ്സ്, ജോൺ ലോക്ക് ആൻഡ് ലാസ്റ്റ് ആണ് റോസോ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ദർ വാസ് നോ സ്റ്റേറ്റ് ആൻഡ് നോ മാൻമെയ്ഡ് ലോ. സ്റ്റേറ്റും ഇല്ല, അതേപോലെ തന്നെ മാൻമെയ്ഡ് ലോസും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഏർലി ടൈംസിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അങ്ങനെ സ്റ്റേറ്റും ഇല്ല മാൻമെയ്ഡ് ലോസും ഇല്ല. അപ്പൊ ആളുകൾക്ക് കുറെ ആവശ്യങ്ങളുണ്ട്, ആളുകൾക്ക് കുറെ സെൽഫ് നീഡ്സുകളും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. മാൻ ഭയങ്കര സെൽഫിഷ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു ഒരു ഗിവ് ആൻഡ് ടേക്ക് അല്ലെങ്കിൽ ഒരു സോഷ്യൽ കോൺട്രാക്ട് അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് വഴി ഇൻഡിവിജ്വൽസ് തമ്മിൽ ഒരു എഗ്രിമെന്റ് വഴി നമ്മൾ പോവാണ്. അപ്പം ഒരു അതോറിറ്റി ഉണ്ടായിരിക്കും, അതാണ് സ്റ്റേറ്റ്, ആൻഡ് ദാറ്റ് സ്റ്റേറ്റ് വിൽ ബി എൻഫോഴ്സിങ് ദിസ്. ക്ലിയർ ആണോ? ഇസ് ദാറ്റ് ക്ലിയർ? Yes, ma'am. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഈ തിയറി പഠിക്കുന്നത് ഇസ് ദ പാട്രിയാർക്കൽ തിയറിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഈ പാട്രിയാർക്കൽ തിയറിനെ അനുസരിച്ചിട്ട് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ഫാമിലിയുടെ ഒരു നാച്ചുറൽ ഗ്രോത്തിലൂടെയാണ് സ്റ്റേറ്റ് വരുന്നത് എന്നാണ് പറയുന്നത്. സ്റ്റേറ്റ് ഇസ് ദ നാച്ചുറൽ ഗ്രോത്ത് ആൻഡ് എക്സ്റ്റൻഷൻ. അതായത് ഒരു ജനറേഷൻ വഴി ഇങ്ങനെ ഫാമിലി ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് സ്റ്റേറ്റും ഗ്രോ ചെയ്ത് വരുന്നു എന്നുള്ള ഒരു കാര്യമാണ് പാട്രിയാർക്കൽ തിയറി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ വളരെ പ്രിമിറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ പണ്ടത്തെ ഒരു സൊസൈറ്റീസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫാമിലീസ് അവിടെ എന്തായിരുന്നു? ഫാമിലീസ് വർ പാട്രിയാർക്കൽ. ഓക്കെ, പാട്രിയാർക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് എൽഡസ്റ്റ് ആയിട്ടുള്ള മെയിൽ മെമ്പർ ആണ്. ആരാണോ whoever was the eldest male member, അവരായിരുന്നു എക്സസൈസ്ഡ് സുപ്രീം അതോറിറ്റി. they were exercising the supreme authority over all others. ബാക്കി എല്ലാവരുടെയും മേലും സുപ്രീം അതോറിറ്റി ആ ഒരു മെയിൽ മെമ്പർക്കായിരുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആര്യൻസ്, വേദിക് ഏജ്, ഇന്ത്യയുടെ ഒരു ആൻഷ്യൻ ഏജ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ആര്യൻസിന്റെ ഒക്കെ കാലഘട്ടത്തിൽ ഓക്കെ ഡിസെന്റ് വാസ് ട്രേസ് ത്രൂ ദ മെയിൽ ലൈൻ അല്ലെ, ദ ഹെഡ് ഓഫ് ദ ഫാമിലി. ഇപ്പം ഫാമിലീസ് പിന്നെ അത് ക്ലാൻസ് ആയി, പിന്നെ അത് ഗോത്രങ്ങളായി, ട്രൈബ്സ് ആയിട്ട് മാറി. ഓക്കെ, അപ്പം അങ്ങനെ ഓരോ ഫാമിലി ഹെഡാണ് ഗ്രാജുവലി, ആ ഒരു ഫാമിലി ഹെഡിനാണ് പിന്നെ ഗ്രാജുവലി ഒരു പൊളിറ്റിക്കൽ അതോറിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു പവർ പോയിരുന്നത്. അങ്ങനെ ഒരു ആ ഒരു ക്ലാനിന്റെ അല്ലെങ്കിൽ ആ ഒരു ട്രൈബിന്റെ ആദ്യം ഒരു ഫാമിലി ആയി, പിന്നെ അതൊരു ക്ലാൻ ആയി, ഓക്കെ, പിന്നെ അതൊരു ഗോത്രമായി, ട്രൈബായി. അങ്ങനെ ഈ ട്രൈബിന്റെ മെയിൽ ഹെഡ് ആരാണോ അയാൾക്കായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അയാളിലേക്കാണ് പിന്നെ ആ ഒരു പൊളിറ്റിക്കൽ അതോറിറ്റി അല്ലെങ്കിൽ അതിലൂടെയാണ് ഒരു സ്റ്റേറ്റ് എന്നുള്ള ഒരു ഫോർമേഷൻ വരുന്നത്. അപ്പം ആ ഒരു മെയിൽ തിയറിനെയാണ് നമ്മൾ പാട്രിയാർക്കൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റ്. ഓക്കെ, ഒരു സുപ്രീം അതോറിറ്റി, ആ ഒരു മെയിൽ മെമ്പർ വിൽ ബി എക്സസൈസിങ് ദ സുപ്രീം അതോറിറ്റി ഓവർ ഓൾ അതേഴ്സ്. യു നോ ദ ടേം അല്ലെ, പാട്രിയാർക്കൽ എന്നുള്ള വാക്ക് നിങ്ങൾക്ക് അറിയില്ലേ? അപ്പം അത് വെച്ചിട്ട് യു ക്യാൻ ഡു ദാറ്റ്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് തിയറി ഈസ് മാട്രിയാർക്കൽ തിയറി. ഈ മാട്രിയാർക്കൽ തിയറി എന്ന് പറയുകയാണെങ്കിൽ ബേസിക്കലി എന്താണ്? ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് പാട്രിയാർക്കൽ, ത്രൂ മദർ. ഓക്കെ, അപ്പൊ നമ്മള് അതെ നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ അതേപോലെ തന്നെ ഇവിടെ പക്ഷെ എന്താണ് ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്? ഫീമെയിൽ മെമ്പർ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മള് ഈ മാട്രിയാർക്കൽ സോഷ്യൽ ഓർഗനൈസേഷന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇൻഡസ് വാലി സിവിലൈസേഷൻസിലൊക്കെ വാട്ട് ഹാപ്പൻ വാസ് ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് മാട്രിയാർക്കൽ സോഷ്യൽ ഓർഗനൈസേഷൻ ആണ്. അപ്പം ഈ മാട്രിയാർക്കൽ സൊസൈറ്റി പിന്നീടാണ് അത് ഒരു പാട്രിയാർക്കൽ സിസ്റ്റത്തിലോട്ട് പോയിട്ടുണ്ടായിരുന്നു, ഇവോൾവ് ചെയ്ത് പിന്നെ അങ്ങനെ പോയി. അത് പിന്നെ ഒരു ഫോർമേഷൻ ആൻഡ് എമർജൻസ് ഓഫ് സ്റ്റേറ്റിലോട്ട് അങ്ങനെ പോവാണ് ചെയ്തത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് മാട്രിയാർക്കൽ സോഷ്യൽ ഓർഗനൈസേഷന് ഒരു എക്സാമ്പിൾ ആയിട്ട് കോട്ട് ചെയ്യാൻ പറ്റുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണ്. ഹാരപ്പൻ
ഒക്കെ കംസ് അണ്ടർ ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? അപ്പൊ അതിന്റെ ഒരു ബേസിക് എന്താന്നുള്ളതൊന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് ഇസ് ഇവല്യൂഷണറി തിയറി. ഇവല്യൂഷണറി തിയറി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ക്രിയേഷനോ അല്ലെങ്കിൽ ആരെങ്കിലും പെട്ടെന്ന് ഒരു ദിവസം കണ്ടുപിടിച്ച ഒരു സംഭവം ഒന്നല്ല എന്ത് സ്റ്റേറ്റ് എന്നുള്ളത്. പക്ഷേ അത് വളരെ ഗ്രാജുവലി ഗ്രോ ചെയ്ത് വന്നിട്ടുള്ള ഒരു സംഭവമാണ് എന്നാണ് ഇവല്യൂഷണറി തിയറി മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, അതായത് പല സ്റ്റേജസിലൂടെ അതിങ്ങനെ ഇവോൾവ് ചെയ്ത് വരികയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഫാമിലി ആയി, പിന്നെ ഒരു ക്ലാൻ ആയി, പിന്നെ ഒരു ട്രൈബായി, പിന്നെ ഒരു കമ്മ്യൂണിറ്റി ആയി, ഇങ്ങനെയാണ് അത് വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, ദ സ്റ്റേറ്റ് ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് ഹിസ്റ്റോറിക്കൽ, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് occurring during a period of time. ഇതൊന്ന് വായിച്ച്. സോ ഐ ഹോപ്പ് മൈ വോയിസ് ക്ലിയർ അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? Yes, ma'am. ഓക്കെ, സോ ഇവല്യൂഷണറി തിയറി, നിങ്ങൾക്ക് ഇവല്യൂഷൻ എന്നുള്ള വാക്ക് അറിയുന്ന പോലെ തന്നെ അത് എന്താണ്, നമ്മളൊരു സുപ്രഭാതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമല്ല. സ്റ്റേറ്റ് വളരെ സ്ലോ ആൻഡ് ഗ്രാജുവലി ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഓക്കെ, ഇപ്പം വേരിയസ് സ്റ്റേജസ് സച്ച് എസ് ഫാമിലി, ക്ലാൻ, ട്രൈബ്, കമ്മ്യൂണിറ്റി, ഓക്കെ, ഇതിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം സ്റ്റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ വളരെ വലിയൊരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ വലിയ ഒരു ടൈം എടുത്തിട്ട് അതിന്റെ ഹിസ്റ്റോറിക്കൽ, സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സിലൂടെയൊക്കെ ഓവർ ലോങ് പീരിയഡ് ഓഫ് ടൈം കടന്നു വന്നിട്ടുള്ളതാണ് ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് ഇവല്യൂഷണറി തിയറി. അപ്പൊ ഇവല്യൂഷൻ എന്നുള്ള വാക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ യു ക്യാൻ റൈറ്റ് ഇവല്യൂഷൻ തിയറി. ഓക്കെ, ക്ലിയർ ആണല്ലോ? Yes, ma'am. ഇനി നാച്ചുറൽ തിയറി എന്ന് പറയുന്നത് നമ്മൾ ബേസിക്കലി എന്താ പറയാ, മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു ബീയിങ് ആണ്. ആൻഡ് ഈ ഒരു നേച്ചറിലൂടെയാണ്, ഈ മനുഷ്യന്റെ ഒരു സോഷ്യബിലിറ്റി അല്ലെങ്കിൽ ഈ സോഷ്യൽ എന്നുള്ള നേച്ചറിലൂടെയാണ് അത് സ്റ്റേറ്റിന് ഒരു ഒറിജിൻ വരുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ഒരു ഒറിജിനിലേക്ക് അത് റൈസ് ചെയ്യുന്നത് എന്നാണ് നാച്ചുറൽ തിയറിയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അരിസ്റ്റോട്ടിൽ സ്റ്റോച്ച്ലി സപ്പോർട്ടഡ് ദിസ് തിയറി ആൻഡ് ദെർഫോർ ഇത് അരിസ്റ്റോട്ടൽസ് തിയറി ഓഫ് ഒറിജിൻ ഓഫ് സ്റ്റേറ്റ് എന്നും വിളിക്കുന്നുണ്ട്. അപ്പൊ അത് മറക്കരുത്. അപ്പൊ ഏതിനെയാണ് അങ്ങനെ വിളിക്കുന്നത് എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ പറ്റും. സോ ദാറ്റ് ഇസ് നാച്ചുറൽ തിയറിയാണ് അരിസ്റ്റോട്ടിൽസ് തിയറി ഓഫ് ഒറിജിൻ ഓഫ് സ്റ്റേറ്റ് എന്ന ഇതിൽ അറിയപ്പെടുന്നത്. അപ്പം ഈ ഒരു പേർപ്പസ് ഓഫ് ദ സ്റ്റേറ്റ് അക്കോർഡിംഗ്ലി ടു ഈ തിയറിയിൽ എന്താണ് ജനറൽ വിൽ അല്ലെങ്കിൽ ജനറൽ വെൽഫെയർ ഓഫ് ദ പീപ്പിളിന് വേണ്ടിയിട്ടാണ് എന്നതൊക്കെയാണ്. അപ്പോൾ നാച്ചുറൽ ലോ അല്ലെങ്കിൽ നാച്ചുറൽ തിയറി എന്ന് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അത് ബേസിക്കലി എപ്പോഴും ആളുകളുടെ വെൽഫെയർ അല്ലെങ്കിൽ ജസ്റ്റിസ്, ഇക്വാലിറ്റി, ഇതൊക്കെ ഉറപ്പുവരുത്തുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഈ ഒരു നാച്ചുറൽ തിയറി മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? Yes, ma'am. ക്ലിയർ. ഇതിലിപ്പോ ഒരു ഫാക്റ്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ദാറ്റ് ഇസ് ഈ തിയറി അരിസ്റ്റോട്ടൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ് ഈ ഒരു നാച്ചുറൽ തിയറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഫങ്ഷൻസിനെ ഒന്നും കൂടി ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് നമ്മൾ നോക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒരു ഹിന്റിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാർ, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ഒക്കെ. ഇനി നമ്മൾ ഇതിനെ കുറച്ചും കൂടി ഒന്ന് ഇതിന്റെ ഒരു പ്രൊപ്പൗണ്ടേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക ജൂറിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂലൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് നോക്കാം. ഓക്കെ, അപ്പം ഞാനിത് ഡെഫിനേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് തിയറീസ് ഒക്കെ കഴിഞ്ഞിട്ട് അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പം നമുക്കറിയാം ശരിക്കും വാറും അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ആണ് 2 ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോഴും നമുക്ക് വേറെയും എന്താണ് കാര്യങ്ങളുണ്ട്. ഈ ഒരു ലോ ആൻഡ് ജസ്റ്റിസ് അല്ലാതെ വേറെയും കുറെ ഫങ്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഹോബ്സ് എന്ന് പറയുന്ന ജൂറിസ്റ്റ് മുന്നോട്ട് വെച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആളുകൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള അഡീക്വറ്റ് ആയിട്ടുള്ള സേഫ് ഗാർഡുകൾ കൊടുക്കുക, അവർക്കൊരു സേഫ്റ്റി അല്ലെങ്കിൽ ഒരു ഡിഫൻസ്. ഏതെങ്കിലും രീതിയിലുള്ള എക്സ്റ്റേണൽ അഗ്രഷൻ വരുമ്പോൾ മറ്റു രാജ്യങ്ങളോ, അതായത് വാർ തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും തരത്തിലുള്ള വാറോ അല്ലെങ്കിൽ അത്തരത്തിലൊരു എക്സ്റ്റേണൽ അഗ്രഷൻ ഒരു രാജ്യത്തിലോട്ട് വരുന്ന സമയത്ത് അതിനെ തടയാനും ആളുകൾക്ക് സേഫ് ഗാർഡ് ചെയ്യാനും അതിലൂടെ നമുക്ക് ലോ ആൻഡ് ഓർഡർ ഒക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ദാറ്റ് ഈസ് വൺ ഓഫ് ദ പ്രൈമറി ഫങ്ഷൻസ് എന്ന് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ, അഡീക്വറ്റ് സേഫ് ഗാർഡ് ആൻഡ് ഡിഫൻസ് ടു ഇറ്റ്സ് പീപ്പിൾ. ഓക്കെ, പിന്നെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ഇസ് ഓൾസോ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ്. പിന്നെ മറ്റും ഇതുണ്ട്, വേറെ എന്താ പറയാ, ഈ ഒരു ഇത് നിങ്ങൾ മറക്കരുത് കേട്ടോ, ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസും ഓക്കെ
ഈ പറഞ്ഞിരിക്കുന്ന അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസും അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഡിഫൻസ് അല്ലെങ്കിൽ സേഫ് ഗാർഡ്സ് ആൻഡ് ഡിഫൻസ് എന്നുള്ളത് എന്തായിട്ടാണ് കണക്ക് കൂട്ടുന്നത്? കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഫങ്ഷൻസ്. മറക്കരുത്, ദേ ആർ കോൾഡ് as the കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഫങ്ഷൻസ്. എന്തുകൊണ്ടാണ് അവർ കോൺസ്റ്റിറ്റ്യൂട്ടീവ്? ഈ ഡിഫൻസിനെയും അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസിനെയും why they call it as constitutive functions? Because they are necessary for the very existence of the state. സ്റ്റേറ്റിന്റെ ഫണ്ടമെന്റൽ എക്സിസ്റ്റൻസിന് that is very very important. ഓക്കെ, അപ്പൊ ഫ്രിഡ്മാൻ എന്ന് പറയുന്ന ജൂറിസ്റ്റ് പറയുന്നത്, അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അപ്പൊ ഇവിടെ ഹോബ്സിൻ്റെതും നിങ്ങൾ മറക്കരുത്. ഹോബ്സ് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതും is important ആണ്. ആൻഡ് വാട്ട് ഇസ് നോൺ ബൈ ഫ്രെഡ്മാൻ. ഫ്രെഡ്മാൻ എന്താ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതും is also important. അപ്പൊ ഫ്രെഡ്മാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ദ പ്രൈമറി ഫംഗ്ഷൻ. അദ്ദേഹം പറഞ്ഞിട്ടുള്ളതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഡിഫൻസ് ഉണ്ട്, പിന്നെ ഫോറിൻ അഫയേഴ്സ് ഉണ്ട്, പിന്നെ പോലീസ് ആൻഡ് കറൻസി മാനേജ്മെന്റ്. ഈ നാലെണ്ണയാണ് ഫ്രെഡ്മാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഹോബ്സ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്റ്റേണൽ അഗ്രഷൻ, അതിൽ നിന്നും സേഫ് ഗാർഡും ഡിഫൻസും, പിന്നെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസും, പിന്നെ നമ്മൾ ഇതിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ഫങ്ഷൻസ് എന്നാണ് പറയുന്നത്. പിന്നെ ഫ്രെഡ്മാൻ പറഞ്ഞിരിക്കുന്ന എലമെന്റ്സ് നോക്കുക: ഡിഫൻസ്, ഫോറിൻ അഫയേഴ്സ്, പോലീസ് ആൻഡ് കറൻസി മാനേജ്മെന്റ്. ക്ലിയർ ആണോ? ഇസ് ദാറ്റ് ക്ലിയർ എവരിവൺ? യെസ് മാം. ഓക്കെ, ഓക്കെ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് സെക്കൻഡറി ഫങ്ഷൻസിനെ നമുക്ക് ഒന്നും കൂടി ഒന്ന് നീട്ടിപ്പരത്തി നോക്കാം. എന്താണ് സെക്കൻഡറി? നമ്മൾ പറഞ്ഞു സെക്കൻഡറി ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഓൾവേസ് ലുക്കിംഗ് അറ്റ് ദ വെൽഫെയർ ആക്ടിവിറ്റീസ് ഓഫ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിന്റെ വെൽഫെയർ ആക്ടിവിറ്റീസിനോടാണ് അത് പോകുന്നത്. അതായത് ബേസിക്കലി എന്താണ്? ലെജിസ്ലേഷനും ടാക്സേഷനും ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു, അത് ലെജിസ്ലേഷനും നിയമങ്ങൾ ഉണ്ടാക്കുക, അതേപോലെ തന്നെ ടാക്സേഷനും കൂടി ചെയ്യാം. ബിക്കോസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാജ്യത്ത് വേണ്ട റിഫോർമേഷൻസിനും കാര്യങ്ങൾക്കും വേണ്ട നിയമങ്ങൾ, അതേപോലെ തന്നെ നമുക്ക് ടാക്സും പിരിക്കണം അല്ലെ? കാരണം ഇത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സുകളും കൂടി വേണം. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഫ്രെഡ്മാൻ എന്ന് പറയുന്ന ജൂറിസ്റ്റ് വീണ്ടും 5 സെക്കൻഡറി ഫങ്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം റെഫർ ചെയ്യുന്നുണ്ട്. അദ്ദേഹം റെഫർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സ്റ്റേറ്റ് എപ്പോഴും സെക്കൻഡറി ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്ടർ ആയിരിക്കണം, അതേപോലെ തന്നെ സ്റ്റേറ്റ് പ്രൊവൈഡർ ആയിരിക്കണം, പിന്നെ ഓൺട്രപ്രണർ, ഓക്കെ, ഓൺട്രപ്രണർ ആയിരിക്കണം സ്റ്റേറ്റ്. ദെൻ കംസ് ദ ഇക്കണോമിക് കൺട്രോളർ. അതില് ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിന്റെ എക്കണോമിക്കൽ കാര്യങ്ങളിലൊക്കെ, ഓക്കെ, സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഒരു കൺട്രോളർ ആയിരിക്കണം. പിന്നെ ആർബിട്രേറ്റർ. ആർബിട്രേറ്റർ എന്ന് പറയുകയാണെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിന് അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ബോഡി പോലെ ഒരു ആർബിട്രേറ്റർ ആയിട്ട് നിൽക്കണം എന്നുള്ളതാണ് സെക്കൻഡറി ഫങ്ഷൻസിൽ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഇസ് ദാറ്റ് ക്ലിയർ? യെസ് മാം. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച പ്രൈമറി ഫംഗ്ഷൻസിന്റെയും, അതായത് നേരത്തെ ഞാൻ സ്ലൈഡിൽ കാണിച്ച പ്രൈമറി ഫംഗ്ഷൻസിന്റെയും സെക്കൻഡറി ഫംഗ്ഷൻസിന്റെയും ഒരു ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ കുറച്ചും കൂടി അവിടെ ഹോബ്സിന്റെയും ഫ്രെഡ്മാന്റെയും കാര്യങ്ങൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാനത് മറ്റേന്റെ താഴെ കൊടുക്കാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ തിയറീസും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇതിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ലെവൽ ഓഫ് തിങ്കിങ്, ഒറ്റയടിക്ക് നമ്മൾ ആ തുടക്കത്തിൽ തന്നെ ഹോബ്സ്, ഫ്രെഡ്മാൻ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല. ഈ ഹോബ്സ് ഒക്കെ എവിടെ നിന്നുള്ള ആളാണ്, സോഷ്യൽ കോൺട്രാക്ട് തിയറി, അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഇസ് ദാറ്റ് ക്ലിയർ? യെസ് മാം. ഓക്കെ അല്ലേ? അഞ്ജന, കല്യാണി, കാവ്യ, ഓക്കെ. യെസ് മാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ലോയും അതേപോലെ തന്നെ സ്റ്റേറ്റും തമ്മിലുള്ള ഒരു റിലേഷൻ നമുക്ക് നോക്കാം. ഇപ്പം സ്റ്റേറ്റും ലോയും തമ്മിലുള്ള ഒരു റിലേഷൻ എന്ന് നമ്മൾ പറയുമ്പോൾ അത് വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റൂല, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണുള്ളത്. ഓക്കെ, ഒരു സ്റ്റേറ്റിന് ഒരിക്കലും നിയമമില്ലാതെ ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല അല്ലെ? നിയമമില്ലാതെ ഒരു സ്റ്റേറ്റിന് നിൽക്കാൻ പറ്റില്ല. ഒരു സ്റ്റേറ്റിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫങ്ഷൻ തന്നെ എന്താണ്? ആളുകളിലേക്ക് അത് എൻഫോഴ്സ് ചെയ്യിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അല്ലെ? അപ്പൊ സ്റ്റേറ്റിന് എൻഫോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിയമം എന്തായാലും, ഒരു ലോ എൻഫോഴ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് വേണമല്ലോ. ഇപ്പം നിങ്ങൾ ഒരു നിയമം തെറ്റിച്ചു കഴിഞ്ഞാൽ, കുറെ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, നിയമങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞാൽ ഒരു അതോറിറ്റി നിങ്ങളെ എൻഫോഴ്സ് ചെയ്യിപ്പിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ തിയറീസ് നോക്കാം. 3 ഇമ്പോർട്ടന്റ് തിയറീസിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അതിൽ ഒന്നാമത്തത് എന്ന് പറയുകയാണെങ്കിൽ, ലോ ആസ് എ പ്രൊഡക്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്.
സ്റ്റേറ്റ് ഫോം ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ലോ എന്നുള്ളത്. അതായത് ആദ്യം സ്റ്റേറ്റ് ആണ് വന്നത്, എന്നിട്ട് അതിനുശേഷം വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ലോ എന്നുള്ളതാണ് പറയുന്നത്. അതായത് അതിന്റെ ഉദ്ദേശം എന്താണ്? സ്റ്റേറ്റ് ഇസ് ദ സുപ്പീരിയർ എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റേറ്റ് ഇസ് സുപ്പീരിയർ ടു ലോ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു അതായത് നിയമത്തെ ക്രിയേറ്റ് ചെയ്തത് സ്റ്റേറ്റ് ആണെന്നുള്ളതാണ്. അപ്പൊ ദിസ് വ്യൂ ഇസ് സപ്പോർട്ടഡ് ബൈ GW.F. ഹെഗൽ, ജോൺ ഓസ്റ്റിൻ, ജെറമി ബെന്താം, ഇവരൊക്കെയാണ് ഈ ഒരു വ്യൂ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ സാൽമണ്ട് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ആൻഡ് ത്രൂ ദ സ്റ്റേറ്റ് അലോൺ ദാറ്റ് ലോ എക്സിസ്റ്റ്. ഓക്കെ, സ്റ്റേറ്റിലൂടെ മാത്രമാണ് ലോ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നാണ് സാൽമണ്ട് പറയുന്നത്. അതായത് സ്റ്റേറ്റ് എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഈ സ്റ്റേറ്റ് ഇല്ലെങ്കിൽ ഈ ലോ എക്സിസ്റ്റ് ഇല്ല. സ്റ്റേറ്റ് ഇസ് എ ഇമ്പോർട്ടന്റ് ഫോം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഇസ് അബൌട്ട് വാട്ട് സാൽമൺ ഹാസ് സെഡ്. ഇനി നമ്മൾ വെൻ വി കം ടു ഓസ്റ്റിൻ, ഓസ്റ്റിൻ എന്താ? ലോ ഇസ് ദ കമാൻഡ് ഓഫ് ദ സോവറീൻ അല്ലേ? ഓസ്റ്റിൻ പറഞ്ഞത് സോവറീന്റെ കമാൻഡ് എന്താണോ, സോവറീൻ എന്ത് പറഞ്ഞാലും ദാറ്റ് ഇസ് ലോ. യു ആർ ഒബ്ലൈസ്ഡ് ടു ഫോളോ ഇറ്റ്. അതിപ്പോ എന്തോ ആയിക്കോട്ടെ, അത് കമാൻഡ് ആണ് സോവറീനിന്റെ. അപ്പൊ ഒരു സോവറീൻ അവിടെ ഉണ്ട്, ആ സോവറീനിന്റെ കമാൻഡ് ആണ് നിയമം. അപ്പം അവിടെയും സ്റ്റേറ്റിന്റെ ഒരു പ്രിഡോമിനൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് വന്നിട്ടാണ് ലോ വന്നിട്ടുള്ളത് എന്നാണ് ഓസ്റ്റിൻ കാണിക്കുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ബാക്ക്ഡ് ബൈ സാങ്ഷൻ. നിങ്ങൾ എപ്പോഴും ഓസ്റ്റിന്റെ ഡെഫിനിഷൻ പഠിക്കുന്ന സമയത്ത് ലോ ഇസ് ദ കമാൻഡ് ഓഫ് ദ സോവറീൻ ബാക്ക്ഡ് ബൈ സാങ്ഷൻ എന്ന് മറക്കരുത് കേട്ടോ. അത് ബാക്ക്ഡ് ബൈ സാങ്ഷൻ എന്നുള്ളത് അതിന്റെ കൂടെ നിങ്ങൾ എന്താ പറയാ ഒറ്റ വരിയിൽ പഠിക്കേണ്ടതാണ്. ലോ ഇസ് ദ കമാൻഡ് ഓഫ് ദ സോവറീൻ എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തരുത്. ലോ ഇസ് ദ കമാൻഡ് ഓഫ് ദ സോവറീൻ ബാക്ക്ഡ് ബൈ സാങ്ഷൻ. ഓക്കെ, അപ്പൊ അതിൽ പറയുന്നത് ഓൺലി ദ സോവറീൻ ഹാസ് ദ പവർ ടു മേക്ക് ഓർ അൺമേക്ക് ലോ ആൻഡ് ദ സോവറീൻ ഹിംസെൽഫ് ഇസ് നോട്ട് ബൗണ്ട് ബൈ ദ ലോ. ഓസ്റ്റിന്റെ തിയറി അറിയാലോ, സോവറീന് ഭയങ്കരമായിട്ടുള്ള ഒരു പവർ കൊടുക്കുന്ന ഒരു തിയറിയാണ് ഓസ്റ്റിൻ്റെത്. സോവറീന് നിയമം ഉണ്ടാക്കാനുള്ള പവർ ഉണ്ട്, നിയമം അൺമേക്ക് ചെയ്യാനുള്ള പവർ ഉണ്ട്. സോവറീന് പക്ഷേ സോവറീൻ ഉണ്ടാക്കിയ നിയമങ്ങളൊന്നും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു പരമാധികാരം അല്ലെങ്കിൽ ഒരു സോവറീന്റെ ലോസ് എന്തായാലും ലോ ഇസ് വാട്ട് ഇറ്റ് ഈസ്, ഇറ്റ് ഇസ് നോട്ട് വാട്ട് ഓട്ട് ടു ബി എന്നാണ് പറയുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് ഓസ്റ്റിന്റെ ഒരു നേച്ചർ, ഐ മീൻ അവരുടെ തിയറിന്റെ ഒരു നേച്ചറാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മള് ഇപ്പൊ ചില സിറ്റുവേഷൻസ് ഒക്കെ നമ്മുടെ രാജ്യത്ത് വരും. ഇപ്പൊ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ജനങ്ങൾ വളരെ ഇതിൽ പറയലുണ്ട് അല്ലെ, അയാളെ തൂക്കിക്കൊല്ലണം എന്ന് നമ്മൾ പറയും അല്ലെ. അപ്പം ദാറ്റ് ഇസ് വാട്ട് യു വാണ്ട് ടു ബി അല്ലെങ്കിൽ ഓട്ട് ടു ബി. നമുക്ക് വേണ്ടത് അതാണ്. പക്ഷെ ശരിക്കും ആ കുറ്റവാളിക്ക് തൂക്കിക്കൊല്ലാനുള്ള നിയമം ഇന്ത്യയിലുണ്ടോ? ഉണ്ടോ? റേപ്പ് കമ്മിറ്റ് ചെയ്ത ഒരാളെ റെയറസ്റ്റ് ഓഫ് കേസിലുണ്ടെന്ന്. അതായത് ഇന്ന ജനറൽ കേസസ് നമ്മൾ നോക്കുമ്പോൾ ജനറൽ കേസസ് ഇപ്പം BNS ഐ തിങ്ക് ദ മിനിമം പണിഷ്മെന്റ് ഹാസ് ബീൻ ചേഞ്ച് ടു 20 years. മറ്റേത് 7 ആയിരുന്നു, 20 ആണെന്നാണ് ഒരു 20 years. അതെ 20 years ആണ്. അവിടെയും ഡെത്ത് പെനാലിറ്റി എന്നുള്ളത് വളരെ ഇപ്പൊ പെൺകുട്ടി മൈനർ ആണെന്നുണ്ടെങ്കിൽ അല്ലെ, അങ്ങനെയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫിസിക്കൽ ഡിസേബിലിറ്റി, അതെ അവിടെ ഒരു ഡെത്ത് സെന്റൻസിലോട്ട് എക്സ്പ്രസ്ലി BNS പോലും പറയുന്നത്. അപ്പൊ ഒരു ജനറലി ഒറ്റടിക്ക് തൂക്കിക്കൊല്ലണം എന്നുള്ള, അല്ലെങ്കിൽ നമുക്കതാണ് വേണ്ടത് അല്ലെ, ജനങ്ങൾക്ക് അത് വേണമെങ്കിൽ കൂടിയിട്ട്. അപ്പൊ അതാണ് ഓസ്റ്റിന്റെ തിയറി പറയുന്നത്. ലോ ഈസ് വാട്ട് യു വാണ്ട് അല്ലെങ്കിൽ ഓട്ട് ടു ബി അല്ല, പക്ഷെ വാട്ട് ഇറ്റ് ഈസ്. ഓക്കെ, അപ്പം ഓസ്റ്റിന്റെ തിയറി ആണെങ്കിലും സാൽമണ്ട് ഒക്കെ ആണെങ്കിലും എന്താണ്, അവരെപ്പോഴും സ്റ്റേറ്റ് ആണ് ആദ്യം വന്നിട്ടുള്ളത്, ലോ അതിന് താഴെയാണ് എന്ന് പറയുന്ന ആളുകളാണ്. ഓക്കെ, അപ്പം ദാറ്റ് ഈസ് അബൌട്ട് ലോ ആസ് എ പ്രോഡക്റ്റ് ഓഫ് ദി സ്റ്റേറ്റ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ലോ ഈസ് എബവ് ദ സ്റ്റേറ്റ്. അതായത് ഇത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, ലോ ഇതിന്റെ മേലെയാണെന്നുള്ളതാണ്. അപ്പം ഇതിപ്പോ നമുക്ക് ഹാരോൾഡ് J. ലാസ്കി, ഡിഗറ്റ് ആൻഡ് സർ ഐവോ ജിന്നിങ്സ് ഒക്കെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സോവറീൻ ഒരിക്കലും എന്താ പറയാ, അതായത് സ്റ്റേറ്റ് ലോന്റെ മേലെയല്ല, ലോ ആണ് ഏറ്റവും ആയിട്ടുള്ള ഒരു ഇതെന്നാണ് പറയുന്നത്. അതായത് ഇപ്പം ഒരു രാജ്യം അല്ലെങ്കിൽ സ്റ്റേറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ആർബിട്രറി ആയിട്ടോ അല്ലെങ്കിൽ അവർ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇനീക്വാലിറ്റി ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ ഭയങ്കരത്തിൽ അവർ ആർബിട്രറി പവർ എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പുറത്ത് എന്താ പറയാ, അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവർ ആർക്കാണുള്ളത്? നിയമത്തിനാണുള്ളത്.
ഓക്കെ, അപ്പൊ ഇതിൽ പറയുന്നുണ്ട് ക്രാബ് എന്ന് പറയുന്ന ജൂറിസ്റ്റ് പറയുന്നത് he is with the view that ruler cannot change the law merely by his own will. ഒരു റൂളർക്ക് അയാളുടെ അല്ലെങ്കിൽ അയാൾക്ക് ലോ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല മിയർലി ബൈ ഹിസ് ഓൺ വിൽ. സ്വന്തമായിട്ട് എന്താ പറയാ ഇഷ്ടമുള്ള പോലെ. ഇപ്പൊ ഞാൻ വലിയൊരു ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് ഇന്ത്യയിലുള്ള നിയമങ്ങളാണ് അല്ലെ. ഒരു ലെജിസ്ലേച്ചറിന് തോന്നിയ പോലെ നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള പറ്റുമോ സ്റ്റേറ്റിന്? ഇല്ല. വി ഹാവ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. ആ കോൺസ്റ്റിറ്റ്യൂഷനെ ഇതാക്കുന്ന രീതിയിൽ ഒന്നും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ക്ലിയർ ആണോ? ലോ എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ്ലി ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ആക്ടേഴ്സ് ചെക്ക് ഓൺ അബ്സല്യൂട്ട് അതോറിറ്റി. അപ്പൊ നമുക്ക് ഇത്തരത്തിലൊരു ഭരണഘടന ഉള്ളത് കൊണ്ടാണ് പലപ്പോഴായിട്ട് നമ്മൾ മെജോറിറ്റി ആയിട്ട് പവറിൽ വരുന്ന ഒരു സിസ്റ്റം ഏതെങ്കിലും ഒരു സമയത്ത് ആ റൂളേഴ്സ് അവരുടെ പവർ എക്സീഡ് ചെയ്യാൻ പാടില്ല. അല്ല, അതിന് പ്രോപ്പർലി പ്രൊവിഷൻസ് ഭരണഘടനയിലുണ്ട് അല്ലെ. അപ്പം ദാറ്റ് ഇസ് ഹൗ ആ അബ്സല്യൂട്ട് അതോറിറ്റി അവർ കൂടുന്നുണ്ടോ അല്ലെങ്കിൽ അവരുടെ പവർ അതിര് കിടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനൊക്കെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ശരിക്കും അതിനെ ഒരു ചെക്ക് ആൻഡ് ബാലൻസ് അല്ലെങ്കിൽ അതിനെങ്ങനെ നിരീക്ഷിച്ചു പോകുന്നത്. ഓക്കെ, ജോർജ് ജെലിനക് അഡോപ്റ്റഡ് എ മിഡിൽ പാത്ത്. അദ്ദേഹം ഒരു മിഡിൽ പാത്താണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഹി അക്സെപ്റ്റഡ് ദാറ്റ് സ്റ്റേറ്റ് ക്രിയേറ്റ്സ് ലോ ബട്ട് ഇറ്റ് ഇസ് വോളണ്ടറിലി ബൗണ്ട് ബൈ. സ്റ്റേറ്റ് ആണ് നിയമം ഉണ്ടാക്കുന്നത് ആൻഡ് സ്റ്റേറ്റ് നിയമം ഉണ്ടാക്കുന്നു ആൻഡ് സ്റ്റേറ്റ് ഇസ് വോളണ്ടറിലി ബൗണ്ട് ബൈ. സ്റ്റേറ്റ് അത് അനുസരിക്കാൻ വേണം. അതേപോലെ തന്നെ അദ്ദേഹം ഓട്ടോ ലിമിറ്റേഷൻ എന്ന് പറയുന്ന ഒരു തിയറി കൊണ്ടുവന്നു. അതിൽ അദ്ദേഹം പറയുന്നത് സ്റ്റേറ്റ് ലിമിറ്റ്സ് ഇറ്റ്സ് ഓൺ പവർ ത്രൂ ലോ. ഇപ്പൊ ഞാൻ വലിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കാം. ആരാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയത്? കോൺസ്റ്റിറ്റ്യൂഷണൽ മേക്കേഴ്സ് ആണല്ലേ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. അതെന്താണ്? അതൊരു സ്റ്റേറ്റ് തന്നെയാണ് നിയമം ഉണ്ടാക്കുന്നത്. എന്നിട്ട് ആ നിയമത്തിൽ എന്തിനാണ് അവരവരുടെ പവറിനെ ലിമിറ്റും ചെയ്യുന്ന സമയങ്ങൾ പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഓട്ടോ ലിമിറ്റേഷൻ തിയറി വാസ് ബ്രോട്ട് ബൈ ജോർജ് ജെലിനക്. ക്ലിയർ ആണോ? Law is superior to the state, state is bound by law. അപ്പൊ ഹെറോൾഡ് ജെ ലാസ്കി, ഡിഗറ്റ്, സർ എവർ ജിന്നിങ്സ് ഒക്കെ ആയിരുന്നു. അപ്പൊ ജസ്റ്റ് മറ്റേ തിയറിയുടെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇനി സ്റ്റേറ്റ് ആൻഡ് ലോ ആർ വൺ ആൻഡ് സെയിം. സ്റ്റേറ്റും ലോയും ഒന്നാണ് ആൻഡ് ദേ ആർ ദ സെയിം എന്നാണ് പറയുന്നത്. ഹാൻസ് കെൽസൺ ആണ്. കെൽസന്റെ ഒരു വെരി ഇമ്പോർട്ടന്റ് തിയറി ഉണ്ടല്ലോ, ഓർക്കുന്നുണ്ടോ? പ്യൂർ തിയറി ഓഫ് ലോ. പ്യൂർ തിയറി ഓഫ് ലോ. പ്യൂർ തിയറി ഓഫ് ലോ അല്ലെ. ഓക്കെ, അപ്പം കെൽസൺ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് സ്റ്റേറ്റ് ആൻഡ് ലോയും സെപ്പറേറ്റ് ആയിട്ടുള്ള എൻറ്റിറ്റീസ് അല്ല, പക്ഷെ ഒരു കോൺസെപ്റ്റിന്റെ രണ്ട് വശങ്ങളാണ്, രണ്ട് ആസ്പെക്റ്റുകളാണ്, അല്ലെങ്കിൽ ഇത് ഒന്നാണ് എന്നാണ് ആര് പറയുന്നത്? കെൽസൺ പറയുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒന്നുമല്ല, ഒരു ലീഗൽ ഓർഡർ ആണ്. ഓക്കെ, ആൻഡ് സ്റ്റേറ്റ് ആൻഡ് ലോ ആർ ടു സൈഡ്സ് ഓഫ് ദ സെയിം കോയിൻ. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം പറയുന്നത് when we think of abstract rules we speak of law, when we think of the institution which create and enforce those rules we speak of the state അല്ലെ. അപ്പൊ നിയമം ഒരു തെറ്റായ നിയമം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ റെഫർ ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും? അത് ഉണ്ടാക്കിയ സ്റ്റേറ്റിനായിരിക്കും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. വിച്ച് മീൻസ് ദാറ്റ് ഒരു കാര്യത്തിന്റെ രണ്ട് ആസ്പെക്ട് ആണ്, അല്ലെങ്കിൽ ഒരു കാര്യത്തിന്റെ രണ്ട് എൻഡ് ആണ്, അല്ലെങ്കിൽ ഒരു കോയിന്റെ രണ്ട് സൈഡ് ആണ്, ഒന്നാണ് എന്നുള്ളതാണ് ഹാൻസ് കെൽസൺ പറയുന്നത്. സോ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ ഇതിൽ ഹാൻസ് കെൽസന്റെ വ്യൂ എന്താണെന്നുള്ളത് മറക്കരുത്. ക്ലിയർ ആണല്ലോ? ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, അപ്പൊ ഈ ഒരു ഡിസ്കഷനിൽ നമുക്ക് മനസ്സിലായത് ലോ ആൻഡ് സ്റ്റേറ്റ് ആർ ക്ലോസ്ലി ഇന്റർ റിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പം ഇപ്പൊ ഇതിൽ ഏതാണ് വലുത്? ഒരു രാജ്യത്ത് ലോ ആണോ വലുത്, സ്റ്റേറ്റ് ആണോ വലുത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോ രാജ്യങ്ങളെ ഡിഫർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇംഗ്ലണ്ടിൽ നമ്മളൊരു ഉദാഹരണം എടുത്ത് നോക്കുകയാണെങ്കിൽ നിയമത്തെയാണ് ട്രഡീഷണലി റിഗാർഡഡ് ആസ് ദ കമാൻഡ് ഓഫ് ദ സോവറിൻ. ഓക്കെ, സോവറിന്റെ കമാൻഡ് അല്ലെങ്കിൽ ലോ ആണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ ഇന്ത്യയില് അതായത് സോവറിന്റെ ഒരു കമാൻഡ് ആണല്ലോ എന്നുള്ളത്, അതായത് സോവറിൻ ആണ് ഇമ്പോർട്ടൻസ് ആർക്ക്? ഇംഗ്ലണ്ടിൽ പോയിട്ടുള്ളത്. വെൻ വി കം ടു ഇന്ത്യ, ഇന്ത്യയിൽ എന്താണ്? ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് സുപ്രീം ആയിട്ടുള്ളത്. ഓക്കെ, നമ്മളെ രാജ്യത്തുള്ള ലെജിസ്ലേച്ചർ ആയിക്കോട്ടെ, എക്സിക്യൂട്ടീവ് ആയിക്കോട്ടെ, ജുഡീഷ്യറി ആയിക്കോട്ടെ, നമ്മളെല്ലാവരും ആരെ ബൈൻഡ് ചെയ്തുകൊണ്ടിരിക്കണം? കോൺസ്റ്റിറ്റ്യൂഷനെ ബൈൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. Okay, so no one in this country is above the law and governance is not of man but of rule of law. Clear or no? Is that clear? Yes, ma'am. Okay, ഇനി നമ്മൾ സോവറിനിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്കിലോട്ട് കിടക്കുകയാണ്.
അപ്പൊ സോവറിനിറ്റി എന്ന് പറയുന്നത് എന്താണ്? പരമാധികാരം എന്നാണ് സോവറിനിറ്റിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് സോവറിനിറ്റി നമ്മൾ ഇപ്പൊ നേരത്തെ നമ്മൾ പഠിച്ചപ്പോൾ സ്റ്റേറ്റിന്റെ ഒരു വലിയൊരു ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ നമ്മൾ ലൈഫ് ആൻഡ് സോൾ ഓഫ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നത് സോവറിനിറ്റി ആണ്. അപ്പൊ സോവറിനിറ്റി എന്ന് പറയുന്ന ടേം ഡിറൈവ് ചെയ്യുന്നത് ഒരു ലാറ്റിൻ ടേം എന്നാണ്, ദാറ്റ് ഇസ് സൂപ്പറീനസ്. ഓക്കെ, ഈ സൂപ്പറീനസ് എന്ന് ഉദ്ദേശിക്കുന്നത് പാരമൗണ്ട് അല്ലെങ്കിൽ നമ്മൾ പറയല്ലോ ഒരു പരമാധികാരം എന്നുള്ള ഒരു വാക്കിൽ നിന്നാണ്. അപ്പൊ ഈ സോവറീൻ എന്നുള്ള വാക്ക് ഇറ്റ് വാസ് ഫസ്റ്റ് യൂസ്ഡ് ബൈ ഫ്രഞ്ച് പൊളിറ്റിക്കൽ തിങ്കർ ജീൻ ബോഡിൻ ഇൻ ദ 16th century. ഓക്കെ, പിന്നീട് അത് ഇംഗ്ലീഷ് അതേപോലെ ഇറ്റാലിയൻ ആൻഡ് ജർമ്മൻ ലിറ്ററേച്ചറിലൊക്കെ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിൽ ഇവർ പറയുന്നത് ഒരു സോവറീൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് നോട്ട് സബോർഡിനേറ്റ് ടു എനി അതർ സ്റ്റേറ്റ്. വേറെ ഒരു സ്റ്റേറ്റിനോട് സബോർഡിനേറ്റ് അല്ല. ആൻഡ് ദാറ്റ് ഇസ് എന്താണ്? അത് സുപ്രീം ആയിട്ടുള്ള ഒരു ബോഡിയാണ്, സുപ്രീം ഓവർ ദി ടെറിട്ടറി അണ്ടർ ഇറ്റ്സ് കൺട്രോൾ. ഇറ്റ്സ് കമാൻഡ്സ് വളരെ നെസസറി ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ദാറ്റ് ഇസ് ടു ബി ഒബെയ്ഡ് ബൈ ഓൾ മെൻ ആൻഡ് അസോസിയേഷൻ വിത്തിൻ ഇറ്റ്സ് ടെറിട്ടറി. ഓക്കെ, ക്ലിയർ ആണോ? Is that clear, everyone? Yes, ma'am. Yes, ma'am. Okay. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ബ്ലാക്ക് സ്റ്റോൺ. ബ്ലാക്ക് സ്റ്റോൺ ഇതിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ ഓരോരുത്തരുടെ ഡെഫിനേഷനും സോവറിനെ പറ്റിയുള്ളത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദാറ്റ്സ് വൈ ഐ പിക്ക് ദ ടോപ്പിക് സോവറിനിറ്റി. ഇതിനൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. സോവറിനിറ്റി ഇസ് എ സുപ്രീം, irresistible, absolute and uncontrolled authority in which the right of the supreme dominion. ഇതിന്റെ ടേം നോക്കുക, ജൂറാ സമി ഇംപെരി. ഓക്കെ, ആ സുപ്രീം ഡൊമീനിയന്റെ ആ ഒരു എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു സോവറിനിറ്റിയിലാണ്. അപ്പം സുപ്രീം, ഇർറെസിസ്റ്റിബിൾ, നമുക്ക് ഒരിക്കലും റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അബ്സല്യൂട്ട് ആണ്, അൺകൺട്രോൾഡ് അതോറിറ്റി ആണ്. സോ ദാറ്റ് ഇസ് സോവറിനിറ്റി എന്നാണ് ബ്ലാക്ക് സ്റ്റോൺ പറഞ്ഞിട്ടുള്ളത്. വാട്ട് ഇസ് സെഡ് ബൈ ലിയോൺ ഡിഗറ്റ്? സോവറിനിറ്റി ഇസ് ദ കമാൻഡിങ് പവർ ഓഫ് ദ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിന് കമാൻഡ് ചെയ്യാനുള്ള പവറാണ് സോവറിനിറ്റി എന്നാണ് ഡിഗറ്റ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഇസ് ദ വിൽ ഓഫ് ദ നേഷൻ ഓർഗനൈസ്ഡ് ഇൻ ദ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിന്റെ വില്ല് എന്താ പറയാ, ആ നേഷന്റെ വില്ല് ഇവിടെയാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഇൻഡിവിജ്വൽസിന് അവർക്ക് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഓർഡേഴ്സ് കൊടുക്കാം, കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുന്നത് ഈ ഒരു പവർ കൊണ്ടാണ്. ഇനി പോളോക്ക് പറഞ്ഞിട്ടുള്ളത് സോവറിനിറ്റി ഈസ് ദാറ്റ് പവർ വിച്ച് ഇസ് നീദർ ടെമ്പററി നോർ ഡെലിഗേറ്റഡ്. ടെമ്പററി അല്ല, ഡെലിഗേറ്റഡ് അല്ല, നോർ സബ്ജക്റ്റഡ് ടു പെർട്ടിക്കുലർ റൂൾസ് വിച്ച് ഇസ് കനോട്ട് ഓൾട്ടർ നോർ ആൻസറബിൾ ടു എനി പവർ നോട്ട്. ഭൂമിയിലുള്ള ഒരു പവറിനോടും അവർ ആൻസറബിൾ അല്ല. ഇത് ടെമ്പററി പവർ അല്ല, ഇത് ഡെലിഗേറ്റഡ് പവർ അല്ല, ഇത് ഒരു റൂളേഴ്സിനോടും എന്താ പറയുക സബ്ജക്റ്റഡ് അല്ല. ഇതെന്തല്ല, ഇറ്റ് കനോട്ട് ഇത് ഓൾട്ടർ ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ആളേറ്റും ഭൂമിയിലുള്ള ഒരാളേറ്റും ആൻസറബിൾ അല്ല. അപ്പൊ അത്രയും ഒരു എന്താ പറയാ, അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു അബ്സല്യൂട്ട് പവർ ആണ് എന്നുള്ള രീതിയിലാണ് പോളോക്ക് അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ കൊടുക്കുന്നത്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ സോവറിനിറ്റിന്റെ കേട്ടോ. പിന്നെ ഹ്യൂഗോ ഗ്രോഷ്യസ് പറഞ്ഞിട്ടുള്ളത് സോവറിനിറ്റി ഇസ് എ സുപ്രീം പൊളിറ്റിക്കൽ പവർ. ഒരു സുപ്രീം ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പവർ ആണ്, വെസ്റ്റഡ് ഇൻ ഹിം ഹൂസ് ആക്ട്സ് ആർ നോട്ട് സബ്ജക്റ്റഡ് ടു എനി അതർ. വേറൊരാളിലേക്കും അത് സബ്ജക്റ്റഡ് അല്ല, അല്ലെങ്കിൽ എന്താ പറയാ ആൻസറബിൾ അല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ഒന്നിനും അത് ഓവർ റൈഡ് ചെയ്യുന്നില്ല, അത് ആ സ്റ്റേറ്റിന്റെ സുപ്രീം വിൽ ആണ് എന്നാണ് ഹ്യൂഗോ ഗ്രോഷ്യസ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? നമ്മൾ ക്ലിയർ അല്ലേ? നമ്മൾ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് സോവറിനിറ്റിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ പെർമനൻസ് ആണ്. പെർമനൻസ് എന്ന് പറയുകയാണെങ്കിൽ ഗവൺമെന്റ് വന്നിരിക്കും പോയിരിക്കും, പക്ഷെ സ്റ്റേറ്റ് റിമെയിൻസ് ഫോർ എവർ. സ്റ്റേറ്റ് അവിടെ ഫോർ എവർ റിമൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഇസ് പെർമനന്റ്. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഇത് മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ തന്നെ ഗവൺമെന്റുകൾ മാറുന്നുണ്ട്, ഓരോ രാഷ്ട്രീയ പാർട്ടികൾ മാറുന്നുണ്ട്, പക്ഷെ എന്താണ് ആ സോവറിനിറ്റി എന്നുള്ള ഒരു എലമെന്റ് അവിടെ പെർമനന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് നമുക്ക് ഇങ്ങനെ ഇതാക്കാൻ വേണ്ടി പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇപ്പം പുതിയൊരു റൂളർ വരാം, പുതിയൊരു ഗവൺമെന്റ് വരാം, പക്ഷെ എന്ത് ഇതാവുന്നില്ല, ഈ സോവറിനിറ്റി എന്നുള്ളത് ഇറ്റ് ഇസ് നോട്ട് ചേഞ്ച്. പിന്നെ എക്സ്ക്ലൂസീവ്നെസ് ആണ്, അതായത് സ്റ്റേറ്റിന് മാത്രമുള്ള ഒരു എക്സ്ക്ലൂസീവ് പവർ ആണ് സോവറിനിറ്റി, അല്ലെ, വേറെ ആർക്കും ഉള്ളതല്ല, പീപ്പിളിനൊന്നുമില്ല അത്. ഓക്കെ, അപ്പം ഇതെന്ന് പറയുകയാണെങ്കിൽ ആ സ്റ്റേറ്റിന്റെ യൂണിറ്റിക്ക് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് ഈ ഒരു സോവറിനിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഓൾ കോംപ്രിഹെൻസീവ്നെസ് എന്ന് പറയുമ്പോൾ
ഇത് എല്ലാ ആളുകളിലേക്കും എത്തിക്കണം അല്ലെ, എല്ലാ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് അല്ലെങ്കിൽ എല്ലാവരിലേക്കും ഇത് എത്തണം. ബൈൻഡിങ് ഓൾ പേഴ്സൺസ്, അതാണ് ഓൾ കോംപ്രിഹെൻസീവ്നെസ് എന്ന് പറയുന്നത്. പിന്നെ ഇൻഏലിയനബിൾ ആണ്. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനൊന്നും പറ്റില്ല. ഇറ്റ് കനോട്ട് ബി ട്രാൻസ്ഫേർഡ് ഓർ പാർട്ടഡ് വിത്ത് അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ ഇൻഏലിയനബിലിറ്റി എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു സുപ്രീം പവർ ആണ്. പിന്നെ ഇൻഡിവിസിബിലിറ്റി ആണ്, അതായത് സോവറിനിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇറ്റ് കനോട്ട് ബി ഡിവിസിബിൾ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. നെക്സ്റ്റ് ഒരു ക്യാരക്ടർ ആണ് അബ്സല്യൂട്ട്നെസ്, അതായത് സോവറിനിറ്റി ഈസ് അബ്സല്യൂട്ട് ആൻഡ് ദാറ്റ് ഈസ് അൺലിമിറ്റഡ്. അബ്സല്യൂട്ട് ആണ്, നമുക്ക് ഔട്ട്സൈഡ് ദ സ്റ്റേറ്റോ അല്ലെങ്കിൽ നമുക്കത് ഇതാക്കാൻ പറ്റില്ല. ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി അബ്സല്യൂട്ട് ആണ്. ഓക്കെ, അപ്പൊ നമ്മള് ദ സ്റ്റേറ്റ് ക്യാൻ എൻറ്റർ ഇൻ ടു എനി ട്രീറ്റി അല്ലെങ്കിൽ റിലേഷൻ ആവാം, ഇഷ്ടമുള്ള പോലെ നമുക്ക് ചെയ്യാനുള്ള ഒരു അബ്സല്യൂട്ട് ആൻഡ് അൺലിമിറ്റഡ് പവർ ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഇസ് ദാറ്റ് ക്ലിയർ എവരിവൺ? യെസ് മാം. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ഡെവലപ്മെന്റിലോട്ട് നോക്കുന്ന സമയത്ത് എന്താ പറയാ, ഫ്രഞ്ച് ജൂറിസ്റ്റ് ജെയിൻ ബോർഡിനാണ് ഇത് ഫസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഹോബ്സിന്റെ തിയറിയിൽ അദ്ദേഹം പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഹോബ്സ് ആണ് പിന്നീട് ഈ ഒരു തിയറിയെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. അദ്ദേഹമാണ് പറഞ്ഞത് സോവറിൻ അബ്സല്യൂട്ട് ആണ്. ഓക്കെ, അതിന്റെ തിയറി അല്ലെങ്കിൽ അതിന്റെ പവർ എന്ന് പറയുന്നത് ഇൻഏലിയനബിൾ ആൻഡ് അൺലിമിറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ജൂറിസ്റ്റ് ആയിട്ടുള്ള ജെയിൻ ബോർഡിൻ കൊണ്ടുവന്ന ആ സോവറിൻ എന്നുള്ള വാക്കിനെ അല്ലെങ്കിൽ ആ ഒരു ടേമിനെ പിന്നീട് പല ആംഗിളിലേക്ക് ആദ്യം അതിനെ ആരാണ് ഇലാബറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇറ്റ് വാസ് ഹോബ്സ്. ഓക്കെ, പിന്നെ ബെന്താമിന്റെ തിയറിയാണ്. ബെന്താം എന്ന് പറയുന്നത് സോവറിൻ ആണ്, ഇഷ്ടമുള്ള ലോ ഉണ്ടാക്കാം. ആൻഡ് ബെന്താമിന്റെ തിയറി അറിയാലോ നിങ്ങൾക്ക് അല്ല, യൂട്ടിലിറ്റേറിയൻ തിയറിയാണ്. അപ്പൊ അത് യൂട്ടിലിറ്റേറിയൻ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് യൂട്ടിലിറ്റിയുമായിട്ടുള്ള ലോസ് ആയിരിക്കണം കൊണ്ടുവരേണ്ടത്. അതായത് ഗ്രേറ്റർ നമ്പർ ഓഫ് പീപ്പിളിന് ഹാപ്പിനെസ് കിട്ടുന്ന നിയമമായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഓസ്റ്റിന്റെ തിയറിയാണ്. ഓസ്റ്റിന്റെ തിയറി നിങ്ങൾക്ക് അറിയാം എന്താണ്? ഒരു സോവറിൻ ഉണ്ടായിരിക്കും, സോവറിൻ ഒരു ബോഡി ഓഫ് പേഴ്സൺ ആയിരിക്കും, ഞങ്ങൾ നിയമം കൊണ്ടുവരും, സോവറിൻ ദാറ്റ് ഹാസ് ടു ബി ഫോളോഡ് ബൈ ദ പീപ്പിൾ. ഓക്കെ, അപ്പൊ അതാണ് ഓസ്റ്റിൻ കൊണ്ടുവരുന്ന ആശയം. സോവറിൻ ആരോടും അക്കൗണ്ടബിൾ അല്ല, സോവറിന് ഇഷ്ടമുള്ള നിയമങ്ങൾ ഉണ്ടാക്കാം, ദാറ്റ് ഹാസ് ടു ബി ഒബെയ്ഡ് ബൈ ദ പീപ്പിൾ. ഇൻ കേസ് നിങ്ങൾ ഒബേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻഫോഴ്സിംഗ് മെക്കാനിസംസ് വെച്ചിട്ട് യു വിൽ ബി മെയ്ഡ് ഒബെയ്ഡ്, അല്ലെങ്കിൽ അതിനെ എൻഫോഴ്സ് ചെയ്യാനുള്ള സാങ്ഷൻസ് അല്ലെങ്കിൽ കമാൻഡ് ഓഫ് ദി സോവറിൻ ബാക്ക്ഡ് ബൈ സാങ്ഷൻസ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, പിന്നുള്ളത് സാൽമന്റെ തിയറിയാണ്. സാൽമണ്ട് പറയുന്നത് ഓസ്റ്റിനെ പോലെ തന്നെയാണ്, സോവറിന്റെ പവർ ഭയങ്കര ഡിറ്റർമിനേറ്റ് ആണ്. അതായത് 3 ഫണ്ടമെന്റൽ പ്രപ്പോസിഷനിലാണ് അദ്ദേഹം 3 പില്ലേഴ്സ് അല്ലെങ്കിൽ 3 ഫണ്ടമെന്റൽ പ്രപ്പോസിഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് എസെൻഷ്യാലിറ്റി, 2 ഇൻഡിവിസിബിലിറ്റി ആൻഡ് ഇൻലിമിറ്റബിലിറ്റി. അതായത് ലിമിറ്റേഷൻസ് ഇല്ല, നമുക്ക് അത്രയും എസെൻഷ്യൽ ആണ്, ആൻഡ് ദാറ്റ് ഇസ് ഇൻഡിവിസിബിൾ എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ഇസ് ദാറ്റ് ക്ലിയർ? ബേസിക്കലി നിങ്ങൾക്ക് ഇവരുടെ സ്കൂൾസിലൊക്കെ പറയുന്ന ആശയങ്ങൾ തന്നെയാണ് അത്, ബിക്കോസ് ലോ എന്താണെന്നാണ് ഇവരുടെ സ്കൂൾസുകൾ പറയുന്നത്. സോ ബേസിക്കലി ദേ ആർ ജസ്റ്റ് കണക്ടിങ് ഇറ്റ് വിത്ത് ലോയും അല്ലെങ്കിൽ സോവറീൻ ആയിട്ടുള്ള ഒരു കണക്ഷനും കൂടി അതിൽ പറയാണ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റേറ്റ് എന്ന് പറയുന്ന ടോപ്പിക് വി ആർ ഡൺ വിത്ത് സ്റ്റേറ്റ് ടോപ്പിക്. ഇസ് ദാറ്റ് ക്ലിയർ എവരിവൺ? ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്താലോ? ഞാൻ നെക്സ്റ്റ് MCQs ഇതിൻ്റെത് ഉണ്ടാവും, അപ്പൊ നന്നായിട്ട് പഠിക്കുക കേട്ടോ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ നോക്കുക, സോവറിനിറ്റി നോക്കുക, എലമെന്റ്സുകൾ നോക്കുക, ഡിവൈൻ തിയറി, മറ്റു തിയറീസുകൾ നോക്കുക, പ്രൈമറി ഫങ്ഷൻസ്, സെക്കൻഡറി ഫങ്ഷൻസ്. ജോർജ് ജൂലിയറ്റിന്റെ തിയറി ഒന്ന് പറയാമോ? തിയറി ഓഫ് ഓട്ടോ ലിമിറ്റേഷൻ. ഓക്കെ മാം. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ.